ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിഷൻ ഒളിമ്പ്യാഡ്. അപ്പോൾ ബേസിക്സ് ഓഫ് അൽജിബ്ര ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇതിന്റെ 2 ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ലെക്ചർ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിന്റെ ഈ ഒരു ലെക്ചർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മേജർ ടോപ്പിക്സ് ആണ്. ഒന്നാമത്തത് ലീനിയർ ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഡിയോഫന്റൈൻ ഇക്വേഷൻ എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പ്രാക്ടിക്കലി അത്രയും ആപ്ലിക്കേഷൻസ് ഉള്ള കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കൺസെപ്ച്വലി എന്ന് പറയാൻ ഭയങ്കരമായ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോർമൽ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മേജർലി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്സ് ഓഫ് അൽജിബ്ര. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ലീനിയർ ഇക്വേഷൻ? അവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇഫ് ദർ ആർ 2 unknown quantities then the equation is called linear equation in 2 variables. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. 2x plus 3y is equal to 6. ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും 6 എന്ന് പറയുന്നതും കോൺസ്റ്റൻസ് ആണ്. അവിടെ 2 വേരിയബിൾസ് ആണ് വരുന്നത്, എക്സും അതുപോലെ തന്നെ വൈയും. അപ്പൊ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ് എന്ന് പറയുക. അവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും അതുപോലെ തന്നെ വൈയും. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, to find the value of variables in any equation we require number of equation equal to number of variables in an equation. അതായത് ഇപ്പോ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, 2x plus 3y is equal to 6 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അവിടെ നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടെത്തണം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടെത്താൻ പറ്റുമോ? ചിലപ്പം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, പക്ഷേ അവിടെ യൂണീക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ യുണീക് സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 ഇക്വേഷൻ എങ്കിലും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യുണീക് സൊല്യൂഷനെ അവിടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ മാത്രം തന്ന് അതിൽ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 2x plus 3y is equal to 6 എന്ന് പറയുന്ന ഒറ്റ ലീനിയർ ഇക്വേഷൻ ആണുള്ളത്, അതിൽ 2 വേരിയബിൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിനും വൈക്കും അവിടെ ഇൻഫിനൈറ്റ് സൊല്യൂഷൻസ് പോസിബിലിറ്റി എന്തുണ്ട്, തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, ഇപ്പൊ 2 വേരിയബിൾസ് നമുക്ക് ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം എന്ത് ചെയ്യണം, 2 ഇക്വേഷൻ വേണം. അതായത് വേറൊരു ഇക്വേഷനും കൂടി നമുക്ക് എക്സിന്റെയും വൈന്റെയും വേരിയബിൾസ് വെച്ചിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, ഇപ്പോ നമ്മൾ ഇതിനോട് കൂടാതെ നമുക്ക് ആൻസേഴ്സ് യുണീക് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇക്വേഷനും കൂടി എടുക്കുകയാണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇക്വേഷൻ കൊണ്ട് എടുത്താൽ മതിയോ? എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. യുണീക് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. 4x plus 6y is equal to 12. ഇത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആയി. ഓക്കെ, ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് യുണീക് സൊല്യൂഷൻ കാണാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് 2 ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ യുണീക് സൊല്യൂഷൻ ആണോ, ഇനി നോ സൊല്യൂഷൻ ആണോ, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കൊരു ടേബിളിന്റെ ബേസിസിൽ ചെറുങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ലൈൻസിന്റെ ഒരു ജനറൽ ഫോം എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതാം? a1x plus b1y plus c1 is equal to 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തത് a2x plus b2y plus c2 is equal to 0. അപ്പോ 2 ലീനിയർ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എയും ബിയും അതുപോലെ തന്നെ സിയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ എ ആണെങ്കിലും ബി ആണെങ്കിലും അതുപോലെ തന്നെ സി ആണെങ്കിലും ഒക്കെ എന്താണ്, എയും ബിയും അതുപോലെ തന്നെ സിയും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അവിടെ വേരിയബിൾസ് ആയിട്ട് ഏതൊക്കെയാണ്, എക്സും അതുപോലെ തന്നെ വൈയും. നമ്മൾ കാണേണ്ടത് എന്താണ്, ആ വേരിയബിൾസിന്റെ വാല്യൂ ആണ്. അതായത് എക്സിന്റെയും വൈന്റെയും വാല്യൂ ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത്. അപ്പോ ഫസ്റ്റത്തെ ഒരു കണ്ടീഷൻ നോക്കാം. എന്താണ് ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത്? a1 divided by a2 is equal to b1 divided by b2 is not equal to c1 divided by c. ഓക്കെ, a1 divided by a2, ഓക്കെ, അതിന് ഈക്വൽ ആണ് എന്ത്, b1 divided by b2. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു c1 divided by c2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള 2 ലൈൻസിന്റെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, 2 പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഗ്രാഫിലേക്ക് ഒരു ലൈൻ ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരക്കുന്ന സമയത്ത് ഈ ഒരു കേസിൽ കൃത്യമായിട്ട് എന്താവും, അത് 2 പാരലൽ ലൈൻസ് ആവും. 2 പാരലൽ ലൈൻസ് ആവുന്ന സമയത്ത് അതൊരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്തുള്ളത്, സൊല്യൂഷൻ ഉള്ളത്.
രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് സൊല്യൂഷൻസ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ട് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ അത് ഇന്റർസെക്ട് ചെയ്യാത്തത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും പെയർ ഓഫ് പാരലൽ ലൈൻസ് ആണ്, അവിടെ എന്തുണ്ടാവില്ല, സൊല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ആണ് A1 ഡിവൈഡഡ് ബൈ A2 നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡഡ് ബൈ B2. ഓക്കെ, A1 ഡിവൈഡ് ബൈ A2 ഈസ് നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് ഇന്റർസെക്ടിങ് ലൈൻസ് ആണ്. എന്താണ് ഇന്റർസെക്ടിങ് ലൈൻസ് ആണ്, അതായത് ഒരു ലൈൻ ഇങ്ങനെ വന്നു, രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ വന്നു, അപ്പൊ കറക്റ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഗ്രാഫ് പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയാണ് ആ ലൈൻ എന്ന് വിചാരിച്ചോ. ഈ ഒരു പോയിന്റിലുള്ള എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും, എന്താണ് കോർഡിനേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതുണ്ടായിരിക്കും. എക്സ് കോർഡിനേറ്റും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും, അതായിരിക്കും എക്സിന്റെയും വൈന്റെയും യുണീക് സൊല്യൂഷൻ. കൃത്യമായിട്ട് പറഞ്ഞു, അവർ ഒരൊറ്റ പോയിന്റിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ അവിടെ നമുക്ക് യുണീക് സൊല്യൂഷൻ, ഒരു സിംഗിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ മാത്രമായിരിക്കും ആ രണ്ട് ഇക്വേഷൻസിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസും ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ ഒരു കേസാണ്, നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്, A1 ഡിവൈഡ് ബൈ A2 ഇസ് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ഡിവൈഡ് ബൈ C2 എന്നാണ് പറഞ്ഞത്. ഇവിടെ തേർഡ് കേസിൽ നോക്കുന്ന സമയത്ത് A1 ഡിവൈഡ് ബൈ A2 ഇസ് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2 ഈസ് ഈക്വൽ ടു C1 ഡിവൈഡ് ബൈ C2. ഈ ഒരു കേസാണ് ഞാൻ ഇവിടെ എടുത്ത എക്സാമ്പിൾ. അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. A1 ഡിവൈഡ് ബൈ A2 2 ഡിവൈഡ് ബൈ 4, B1 ഡിവൈഡ് ബൈ B2 3 ഡിവൈഡ് ബൈ 6, C1 ഡിവൈഡ് ബൈ C2 6 ഡിവൈഡ് ബൈ 12. ഓക്കെ, എല്ലാത്തിനെയും അതിന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുക. 2 ബൈ 4 എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. നെക്സ്റ്റ് 3 ബൈ 6 എന്ന് പറയുന്നതും 1 ബൈ 2 ആണ്. നെക്സ്റ്റ് 6 ബൈ 12 എന്ന് പറയുന്നതും 1 ബൈ 2 ആണ്. അപ്പൊ മൂന്ന് എന്താണ്, ഈക്വൽ ആണ്. ആ ഒരു കണ്ടീഷൻ അല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്തേ ചെയ്യുന്നുള്ളൂ, ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, 2x പ്ലസ് 3y is equal to 6. ആ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണല്ലോ രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് ഫസ്റ്റ് ലൈനിന്റെ ജസ്റ്റ് മൾട്ടിപ്പിൾ തന്നെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തതാണ്, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ രണ്ടും സെയിം ലൈന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അവിടെ നമുക്ക് ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. കാരണം എന്താ, രണ്ടും കോയിൻസിഡന്റ് ലൈൻസാ വരിക. അതായത് നമുക്ക് ഒരു ലൈൻ വന്നു, അതിന്റെ മുകളിൽ തന്നെ അടുത്ത ലൈൻ വന്നു, രണ്ട് കോയിൻസിഡന്റ് ലൈനാണ് വരിക. കുറേ പോയിന്റ്സ്, ഇൻഫിനൈറ്റ് പോയിന്റ്സ് എക്സിനും വൈനും വാല്യൂ ആയിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ A1 ഡിവൈഡ് ബൈ A2 നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2 എന്ന് പറയുന്ന രണ്ടാമത്തെ കേസിൽ കൃത്യമായിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് വരുന്നത് കൊണ്ട് അവരെന്താണ്, ഒരൊറ്റ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ യുണീക് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി നോക്കാം. ഞാനിവിടെ 3 പെയർ ഓഫ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഓരോന്നും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ എടുക്കുകയാണ്. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 6, 4x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ കാണുന്നത് A1 ഡിവൈഡ് ബൈ A2, B1 ഡിവൈഡ് ബൈ B2, C1 ഡിവൈഡ് ബൈ C2. ഫസ്റ്റ് നമ്മൾ A1 ഡിവൈഡ് ബൈ A2, അതായത് 2 ഡിവൈഡ് ബൈ 4. നമ്മളെ സിംപ്ലർ ഫോമിൽ ഞാൻ 2 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതുന്നില്ല, അതിന്റെ സിംപ്ലർ ഫോം മാത്രമേ എഴുതുന്നുള്ളൂ. 2 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാ, 1 ബൈ 2 ആണ്. 1 ബൈ 2 മാത്രമാണ് ഞാൻ ജസ്റ്റ് എഴുതുന്നത്. നെക്സ്റ്റ് 3 ഡിവൈഡ് ബൈ 6 എത്രയാ, അതും 1 ബൈ 2 തന്നെയാണ്. നെക്സ്റ്റ് 6 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, 6നെ ചെറുതാക്കുന്ന സമയത്ത് 3, ഇപ്പൊ 3 ഡിവൈഡ് ബൈ 5 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, A1 ഡിവൈഡ് ബൈ A2 ഈസ് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ഡിവൈഡഡ് ബൈ C2. അപ്പൊ ഇവിടെ ഏത് കണ്ടീഷനാണ്, ഫസ്റ്റ് കണ്ടീഷൻ ആണ് അല്ലേ. അതായത് A1 ഡിവൈഡ് ബൈ A2 ഈസ് ഈക്വൽ ടു B1 ഡിവൈഡ് ബൈ B2 ഈസ് നോട്ട് ഈക്വൽ ടു C1 ഡിവൈഡഡ് ബൈ C2. പെയർ ഓഫ് പാരലൽ ലൈൻസ് ആണ്, നമുക്ക് അവിടെ ഒരു സൊല്യൂഷനും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഇക്വേഷന് ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. A1 ഡിവൈഡഡ് ബൈ A2 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, B1 ഡിവൈഡഡ് ബൈ B2 1 ഡിവൈഡഡ് ബൈ -1. 1 ഡിവൈഡ് ബൈ -1 എന്ന് പറഞ്ഞാലും -1 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാലും രണ്ടും അൾട്ടിമേറ്റ്ലി സെയിം ആണ്. രണ്ടും എന്താണ്, നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ A1 ഡിവൈഡ് ബൈ A2 ഈസ് നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡഡ് ബൈ B2. ഏത് കണ്ടീഷനാണ്, നമ്മൾ സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് അല്ലേ. അതായത് ഇവിടെ രണ്ട് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, കൃത്യമായിട്ട് യുണീക് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഉണ്ടാവുന്നുണ്ടാവും. രണ്ടാമത്തെ കേസിൽ കൃത്യമായിട്ട് യുണീക് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും. തേർഡ് വണ്ണ് നമ്മൾ നോക്കുകയാണ്. x plus 2y is equal to 4, 2x plus 4y is equal to 8.
ഓക്കെ, A1 ഡിവൈഡഡ് ബൈ A2 എത്രയാ? 1 ഡിവൈഡ് ബൈ 2. B1 ഡിവൈഡ് ബൈ B2 2/4 ആണ്. സിംപ്ലർ ഫോമിലേക്ക് ആക്കുന്ന സമയത്ത് 1/2. നെക്സ്റ്റ് C1 ഡിവൈഡ് ബൈ C2 4/8 ആണ്. സിംപ്ലർ ഫോമിലേക്ക് ആക്കുന്ന സമയത്ത് 1/2 തന്നെയാണ് അതും വരാം. ദാറ്റ് മീൻസ് A1 ഡിവൈഡ് ബൈ A2, B1 ഡിവൈഡ് ബൈ B2, C1 ഡിവൈഡ് ബൈ C2 എല്ലാം എന്താണ്? ഈക്വൽ ആണ്. നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? കോയിൻസിഡന്റ് ലൈൻസ് ആണ്. നമുക്ക് അവിടെ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പൊ ഇതാണ് 3 കേസസ് വരുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വരുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ ഉണ്ടാവോ, ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യുണീക്ക് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ആണോ, ഇനി സൊല്യൂഷൻ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ് എന്താ നമ്മൾ കണ്ടു, എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ, അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇനി ഒരു ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 മെത്തേഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എലിമിനേഷൻ മെത്തേഡ്. മെയിൻ ആയിട്ട് നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. 2 ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് സൊല്യൂഷൻ കാണാണ്. അപ്പൊ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു വേരിയബിളിന്, ഇപ്പൊ 2 വേരിയബിൾ ആണ് ഉള്ളതെങ്കിൽ ഒരു വേരിയബിളിനെ നമ്മൾ ഒഴിവാക്കാണ്. അപ്പൊ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യും? ഒരു വേരിയബിളിനെ ഒഴിവാക്കും. ഞാൻ കൺസെപ്ച്വലി കൂടുതൽ എക്സ്പ്ലനേഷൻ നടത്തുന്നില്ല. നമുക്കൊരു എക്സാമ്പിളിന്റെ ബേസിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. x + y = 7, അതുപോലെ തന്നെ 2x + 5y = 23. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സിന്റെയും അതുപോലെ തന്നെ വൈന്റെയും വാല്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യണം? ജസ്റ്റ് കാണണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ x + y = 7, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ 2x + 5y = 23. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. എനിക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കണം. ഇവിടെ ഫസ്റ്റത്തിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, രണ്ടാമത്തതിൽ 2 ആണ്. അതായത് A1 1 ആണ്, A2 2 ആണ്, B1 1 ആണ്, B2 5 ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈഡ് ബൈ 2. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈഡ് ബൈ 2 എനിക്ക് എന്ത് കിട്ടും? 2 × x 2x + 2 × y 2y = 7 × 2 14 ആണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി എന്താ ചെയ്യാം? എനിക്ക് ഈ ഒരു ഇക്വേഷൻ 2-ൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3യെ സബ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം. ജസ്റ്റ് നോക്കുക, 2x - 2x 0 ആണ്, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 5y - 2y ആണ്. 5y ൽ നിന്ന് 2y കുറച്ചാൽ 3y ആണ്. 3y is equal to 23 - 14. 23 - 14 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, 3y = 9 ആണെങ്കിൽ y = 9 / 3 3 ആണ്. ഓക്കെ, വൈന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എങ്ങനെ? ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. x + y = 7 ആണ്, വൈന്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ x = 7 - 3 = അല്ലെ, 4ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 7 കിട്ടുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് എലിമിനേഷൻ മെത്തേഡ് എന്നാണ് പറയുക. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് രണ്ടാമത്തെ മെത്തേഡിലോട്ട് നമ്മൾ പോകുന്നത്. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ 2 ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് A1x + B1y + C1 = 0. രണ്ടാമത്തത് A2x + B2y + C2 = 0. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. x / B1c2 - B2c1 = -y / A1c2 - A2c1 = 1 / A1b2 - A2b1. ഇവിടെ x എന്താണെന്നും y എന്താണെന്നും നിങ്ങൾക്കറിയാം, 2 വേരിയബിൾസ് ആണ്. അതുപോലെ തന്നെ A1 B1 C1 A2 B2 C2 ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, കോൺസ്റ്റൻസ് ആണ് അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, കോൺസ്റ്റൻസ് ആണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്താലോ. അതായത് എങ്ങനെയാണ് ഈ x / B1c2 എന്ന് പറയുന്ന ഈ ഒരു വലിയ ടേം എങ്ങനെയാണ് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്നത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ
B2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, B2 എന്താ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ B2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ജസ്റ്റ് നോക്കുക, നമുക്ക് എന്തായിട്ട് വരും? A1 B2 x പ്ലസ് B1 B2 y പ്ലസ് C1 B2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ചെയ്യുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ, അതിന് ഞാൻ B1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്താ വരിക? A2 B1 x പ്ലസ് B2 B1 y പ്ലസ് C1 B1 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്? 3 എന്ന് വിളിക്കുകയാണ്. ഈ ഒരു ഇക്വേഷനെ ഞാൻ 4 എന്ന് വിളിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4നെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് A1 B2 x മൈനസ് A2 B1 x അല്ലേ? അങ്ങനെയാണ്. അതായത് എക്സിന്റെ ടേം നമ്മൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ A1 B2 x മൈനസ് A2 B1 x A2 B1 x. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടേം നോക്കുക, B1 ഇൻറ്റു B2 ഇൻറ്റു y. അതേപോലെ തന്നെ ഇവിടെ B2 ഇൻറ്റു B1 ഇൻറ്റു y. ആ B1 B2 അങ്ങോട്ടും കൊണ്ടായിരുന്നേ ഉള്ളൂ. അവിടെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ x ഇൻറ്റു y എന്ന് പറഞ്ഞാലും y ഇൻറ്റു x എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആൻസർ സെയിം ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 0 ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ടേം രണ്ടും എന്ത് ചെയ്യും? കട്ടായിട്ട് പോകും. നെക്സ്റ്റ് C1 B2 മൈനസ് C1 B1. മൈനസ്, ഓക്കെ, ഇവിടെ നമുക്ക് C2 ആണ്, C2 B1. ഓക്കെ ആണല്ലോ, ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും എക്സ് കോമൺ ആണ്, രണ്ട് ടൈമിലും എക്സ് കോമൺ ആണ്. അപ്പം എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എക്സ് ഇൻറ്റു A1 B2 മൈനസ് A2 B1 പ്ലസ് C1 B2 മൈനസ് C2 B1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സിന്റെ ടേമുള്ള ആ ഒരു ഭാഗം എന്ത് ചെയ്യാണ്? നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ്. എക്സ് ഇൻറ്റു A1 B2 മൈനസ് A2 B1 ഇസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ മൈനസ് C2 B1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് C2 B1 ആവും. അപ്പൊ C2 B1 ഇവിടെ പ്ലസ് C1 B2 ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ടോ മാറും? മൈനസ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് മൈനസ് C1 B2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ് ഈസ് ഈക്വൽ ടു C2 B1 മൈനസ് C1 B2 ഹോൾ ഡിവൈഡഡ് ബൈ A1 B2 മൈനസ് A2 B1. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ ഇത്രയാണെന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വൈയും അല്ലെങ്കിൽ വൈന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ A1x പ്ലസ് B1y പ്ലസ് C1 ഈസ് ഈക്വൽ ടു 0. ആ ഒരു ഇക്വേഷനെ നമ്മൾ A2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഇവിടെ ഇരുന്നുണ്ട് A1x പ്ലസ് B1y പ്ലസ് C1 ഈസ് ഈക്വൽ ടു 0. A2x പ്ലസ് B2y പ്ലസ് C2 ഈസ് ഈക്വൽ ടു 0. അതാണ് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. ഫസ്റ്റ് ഇക്വേഷനെ A2 ആണ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് A1 A2x പ്ലസ് B1 A2y പ്ലസ് C1 A2 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ A2 A1x പ്ലസ് B2 A1y പ്ലസ് C2 A1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നേരത്തെ നമ്മൾ ഫോർത്ത് ഇക്വേഷൻ വരെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെ ഫിഫ്ത്ത് ഇക്വേഷൻ ആക്കി കൺസിഡർ ചെയ്യാം, ഇതിനെ സിക്സ്ത് ഇക്വേഷൻ ആക്കിയിട്ടും കൺസിഡർ ചെയ്യാം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5 മൈനസ് 6 ചെയ്യാം. ഇക്വേഷൻ 5 മൈനസ് ഇക്വേഷൻ 6 ചെയ്യാം. ഓക്കെ, A1 A2x A1 A2x A2 A1x രണ്ടും കോമൺ ടേം ആണ് അല്ലേ? ഇതും എന്താണ്? സെയിം ടേം ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്താവും? ക്യാൻസൽ ആയിട്ട് പോകും. ഇനി വൈന്റെ ടേം ജസ്റ്റ് നോക്കുക. B1 A2y മൈനസ് B2 A1y പ്ലസ് C1 A2
C1A2 minus C2A1 is equal to 0. ഇനി എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈനെ കോമൺ ആക്കിയിട്ട് എടുക്കുക. y into B1A2 minus B2A1 plus C1A2 minus C2A1 is equal to 0. Okay, y into B1A2 minus B2A1 is equal to. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് C2A1 ആണ്, അല്ലെങ്കിൽ മൈനസ് C2A1 ആണ്. അതിന് റൈറ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ ഈ ഒരു ടേം റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ C2A1 മൈനസ് C1A2 ഇങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. y ഈസ് ഈക്വൽ ടു C2A1 മൈനസ് C1A2 ഡിവൈഡഡ് ബൈ B1A2 അല്ലേ? ഈ ഒരു ടൈമിന് എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് കൊണ്ടുപോകും. B1A2 മൈനസ് B2A1. ഓക്കെ, ഇനി ഞാനിവിടെ ചെറിയൊരു അറേഞ്ച്മെന്റ് കൂടി ചെയ്യാണ്. y ഈസ് ഈക്വൽ ടു C1A2 മൈനസ് C2A1 ഡിവൈഡഡ് ബൈ B2A1 മൈനസ് B1A2. ഞാൻ എന്താ ഇവിടെ ആക്ച്വലി ചെയ്തത്? ജസ്റ്റ് അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ രീതിയിൽ ഓർഡർ ചേഞ്ച് ആക്കുകയാണെങ്കിൽ അവിടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആൻസർ എന്ത് ചെയ്യില്ല, യാതൊരുവിധ മാറ്റവും വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 5 minus 3 divided by 2 minus 1. ഓക്കെ, നമുക്ക് എത്ര ആൻസർ വരിക? 5 minus 3 2 ആണ്, ഡിവൈഡ് ബൈ 2 minus 1 1 ആണ്. അതേ രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? 3 minus 5 divided by 1 minus 2 എന്ന് എഴുതാണ്. 3 minus 5 minus 2 ആണ്, 1 minus 2 minus 1 ആണ്. മൈനസ് 2 ഡിവൈഡ് ബൈ മൈനസ് 1 എന്ന് പറഞ്ഞാലും 2 by 1 തന്നെയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? വഴിയെ മനസ്സിലാവും. കാരണം നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്താന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്താ നോക്കുക? എക്സ് ഈസ് ഈക്വൽ ടു C2B1 മൈനസ് C1B2 ഡിവൈഡഡ് ബൈ A1B2 മൈനസ് A2B1. ഇതാണ് ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ എന്താ വരുന്നത്? വൈയുടെ വാല്യൂ നമുക്ക് മുകളിൽ തന്നെ ഉണ്ട്. C1A2 മൈനസ് C2A1 ഡിവൈഡഡ് ബൈ B2A1 മൈനസ് B1A2. ഓക്കെ, ഇപ്പൊ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ എന്താ ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്യുക അല്ലേ? റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു C2B1 മൈനസ് C1B2 ഡിവൈഡഡ് ബൈ A1B2 മൈനസ് A2B1 ഇൻറ്റു റെസിപ്രോക്കൽ എന്താ? B2A1 മൈനസ് B1A2 ഡിവൈഡഡ് ബൈ C1A2 മൈനസ് C2A1. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഈ ഒരു ടേം നോക്കിയേ. A1B2 മൈനസ് A2B1, A1B2 മൈനസ് B1A2. അതായത് ഇവിടെ ചെറിയൊരു എന്ത് മാറ്റമുണ്ട്? നമ്മൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ എക്സ് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ രണ്ട് ടേമും സെയിം അല്ലേ? ദാറ്റ് മീൻസ് ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും നമുക്ക് എന്ത് ചെയ്തുകൂടെ? ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി കൂടെ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എക്സ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു C2B1 മൈനസ് C1B2 ഡിവൈഡഡ് ബൈ C1A2 മൈനസ് C2A1 എന്ന് നമുക്ക് എന്ത് ചെയ്യും? അവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റും. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ഡിവൈഡ് ബൈ വൈ എന്താണെന്നുള്ള ഒരു വാല്യൂയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റും. എക്സ് ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു സംതിങ് വൈ ഡിവൈഡഡ് ബൈ സംതിങ്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? ഈ ഒരു ടേം താഴോട്ടേക്ക് വരും. C2B1 മൈനസ് C1B2 ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ
ഈ y എന്ത് ചെയ്യും മുകളിലോട്ട് പോകും C1A2 മൈനസ് C2A1. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഒന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ലാസ്റ്റ് ടേമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 1/A1B2 മൈനസ് A2 ഇൻറ്റു B1 എന്ന് പറയുന്ന ഒരു ടേമും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നല്ലേ, നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എടുത്ത ആ ഒരു ഭാഗത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഇവിടെ എക്സിൻ്റെ വാല്യൂ എടുത്ത സമയത്ത് കൃത്യമായിട്ട് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു C2B1 മൈനസ് C1B2 എന്നുള്ളൊരു ടേമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എക്സ് ഡിവൈഡഡ് ബൈ C2B1 മൈനസ് C1B2. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഒരു ടേമിന് എന്ത് ചെയ്തു, ജസ്റ്റ് താഴോട്ട് കൊണ്ടുവന്നു. ഇവിടെ ന്യൂമറേറ്ററിലാണ്, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഡിനോമിനേറ്ററിലായി. ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ A1B2 മൈനസ് A2B1. ഓക്കെ, ഈ ഒരു ടേം ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. എക്സ് ഡിവൈഡഡ് ബൈ C2B1 മൈനസ് C1B2. ഓക്കെ, അത് തന്നെയല്ലേ ഈ ഒരു ടേം എന്ന് പറയുന്നത്, C2B1 മൈനസ് C1B2. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് ഒരു ടേം കിട്ടിയിട്ടുണ്ട്, എന്താണ് 1 ഡിവൈഡഡ് ബൈ A1B2 1 ഡിവൈഡഡ് ബൈ A1B2 മൈനസ് A2B1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സബ്ട്രാക്ട് ഒക്കെ ചെയ്ത് ലാസ്റ്റിലേക്ക് എക്സ് ഡിവൈഡ് ബൈ വൈൻ്റെ വാല്യൂ എടുത്തു, അതിൽ കോമൺലി വരുന്ന ടേംസിനെ കട്ട് ചെയ്തു, എന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വാല്യൂയിലേക്ക് എത്തുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നെഗറ്റീവ് വൈ ആണ് വരുന്നത് അല്ലേ, ഇവിടെ നെഗറ്റീവ് വൈ ആണ് വരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസറിലാണെങ്കിലോ നമുക്ക് പോസിറ്റീവ് വൈ ആണ് വരുന്നത്. അപ്പൊ അതെന്താ സാർ അങ്ങനെ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഇവിടെ താഴെ അതിന്റെ ഡിനോമിനേറ്റർ നോക്ക്, C1A2 ആണ് നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വന്നിട്ടുള്ളത്, C1A2. പക്ഷെ ഇവർക്ക് C1A2 സെക്കൻഡ് ടൈം ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അവരവിടെ ചെയ്തത് എന്താന്ന് വെച്ചാൽ ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് 5 മൈനസ് 3 ഡിവൈഡ് ബൈ 2 മൈനസ് 1 വന്നു, അതുപോലെ തന്നെ 3 മൈനസ് 5 ഡിവൈഡ് ബൈ 1 മൈനസ് 2 എന്ന് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് അവരവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റൊന്നുമല്ല, ജസ്റ്റ് എന്ത് ചെയ്താണ് അവരുടെ ഓർഡർ ജസ്റ്റ് എന്ത് ചെയ്തതാണ്, ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നെഗറ്റീവ് വരും. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു മെത്തേഡ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ അത്ര റിസ്ക് ഒന്നുമില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസ് C1 B1 A1 എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. പ്ലസ് B1y പ്ലസ് C1 ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് A2x പ്ലസ് B2y പ്ലസ് C2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. എക്സിന്റെ വാല്യൂ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ് ഉള്ള ടേം പരിഗണിക്കരുത്, എക്സ് ഉള്ള ടേം രണ്ടും പരിഗണിക്കരുത്. നമ്മൾ ഡിറ്റർമിനൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് C2 ഇൻറ്റു B1 ചെയ്യുക മൈനസ് C1 ഇൻറ്റു B2 ചെയ്യുക. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഈ രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ നെക്സ്റ്റ് y ഡിവൈഡഡ് ബൈ, അപ്പോൾ വൈൻ്റെ കോയിഫിഷ്യന്റ് എന്ത് ചെയ്ത് പരിഗണിക്കരുത്, എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ രണ്ട് ടേമും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ടേമും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 1 ഡിവൈഡ് ബൈ A1B2 മൈനസ് A2B1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കോൺസ്റ്റന്റ് പരിഗണിക്കാതെ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ A1B2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ B1 A2 ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഡിഫറൻസും എടുത്തു. ആ രീതിയിലാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, എക്സിന്റെ കോയിഫിഷ്യന്റ് പരിഗണിക്കാതെ ബാക്കി ആ ഒരു വാല്യൂ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൈൻഡിൽ വെക്കാൻ പറ്റുന്ന റിലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7, 2x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 23. നമുക്ക് എന്താ കാണണ്ടേ, എക്സിന്റെയും വൈൻ്റെയും വാല്യൂ, അതും ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ A1 A2 അതുപോലെ തന്നെ B1 B2 C1 C2 ഒക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം.
ഓക്കെ, ഇവിടെ A1 എന്ന് പറയുന്നത് 1 ആണ്, B1 1 ആണ്, C1 7 ആണ്, A2 2 ആണ്, B2 5 ആണ്, C2 23 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് x ഡിവൈഡഡ് ബൈ C2 B1. ഓക്കെ, C2 ഇൻറ്റു B1 23 ആണ്, മൈനസ് C1 B2 7 ഇൻറ്റു 5 35 ആണ്, ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്, C1 A2 ഇൻറ്റു A2 14 ആണ്, മൈനസ് A1 ഇൻറ്റു C2 23 ആണ്. നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ A1 B2 5 ആണ്, മൈനസ് B1 A2 2 ആണ്. ഓക്കെ, നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഞാൻ ഫസ്റ്റത്തെ ഈ ഒരു ടേമും അതുപോലെ തന്നെ ലാസ്റ്റ് ടേമും യൂസ് ചെയ്യാണ്. അപ്പം അതിൽ നിന്ന് x ഡിവൈഡഡ് ബൈ -12 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു -12 ഡിവൈഡ് ബൈ 3 -4 കിട്ടും. ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ? ഇനി ജസ്റ്റ് നോക്കുക, ഈ രണ്ട് ലൈൻസ് ഒന്ന് നോക്കിയാൽ, x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7, 2x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 23. നമ്മൾ മുമ്പ് ഈ ഒരു ഇക്വേഷൻ തന്നെ ചെയ്തിട്ടില്ലേ? കുറച്ച് മുന്നോട്ട് പോവാം. ഇവിടെ എനിക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ എനിക്ക് 4 ആണ്, വൈൻ്റെ വാല്യൂ 3 ആണ്. എക്സിൻ്റെ വാല്യൂ 4 ആണ്, വൈൻ്റെ വാല്യൂ 3 ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് എക്സിൻ്റെ വാല്യൂ -4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ ഇക്വേഷന് രണ്ട് സൊല്യൂഷനോ? എന്താ ആക്ച്വലി പ്രശ്നം? ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ എടുത്തിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഏതാ? A1x പ്ലസ് B1y പ്ലസ് C1 ഈസ് ഈക്വൽ ടു 0. ആ ഒരു ഫോമിലാണ്. പക്ഷെ ഇവിടെ ഇക്വേഷൻ ആ ഫോമിലാണോ? അല്ല. ഇവിടെ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7 എന്ന് പറയുന്ന ഫോമിലാണ്. നമുക്ക് A1x പ്ലസ് B1y ഈസ് ഈക്വൽ ടു B1y പ്ലസ് C1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് ആദ്യം മാറ്റണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ ചേഞ്ച് വരിക? ഇവിടെ C1 എന്തായിട്ട് മാറും? -7 ആവും. അതായത് C2 എന്തായിട്ട് മാറും? -23 ആവും. എങ്ങനെ, എന്തുകൊണ്ടാണ് മാറുന്നത്? ജസ്റ്റ് നോക്കുക, x പ്ലസ് വൈ ആ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു 0 മാത്രം ആക്കണം. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ +7 ഉള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -7 ആവും, ഈക്വൽ ടു 0. അതുപോലെ തന്നെ 2x പ്ലസ് 5y -23 ഈസ് ഈക്വൽ ടു 0. ഈ രീതിയിലാണ് നമ്മളിവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ C1 C2 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? മാറ്റി കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒന്നുകൂടെ ജസ്റ്റ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ C വരുന്ന ടേംസുകൾ മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇതിലൊക്കെ C വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിലൊക്കെ C വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ജസ്റ്റ് നോക്കുക, ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാനുള്ളത് C2 B1 ആണ്. അപ്പോൾ C2 B1 എത്രയാ? -23 ഇൻറ്റു 1 -23 തന്നെയാണ്, മൈനസ് നെക്സ്റ്റ് C1 ഇൻറ്റു B2 -7 ഇൻറ്റു 5 -35 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നെഗറ്റീവ് തമ്മിൽ പോസിറ്റീവ് ആവും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്താം. നെക്സ്റ്റ് വൈൻ്റെ ടേം ആണ് നമ്മളോട് ചോദിക്കുന്നത്. വൈൻ്റെ ടേം C1 A2 ആണ് ഫസ്റ്റ് കാണേണ്ടത്. C1 ഇൻറ്റു A2 എത്രയാണ്? -7 ഇൻറ്റു 2 -14 ആണ്, മൈനസ് നെക്സ്റ്റ് 1 ഇൻറ്റു -23 ആണ്. അപ്പോൾ -23 തന്നെ വരും, ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5 - 2. അതിൽ മാറ്റമൊന്നുമില്ല, കാരണം അവിടെ നമ്മൾ സീൻ്റെ ടേമിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് അവിടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി x ഡിവൈഡ് ബൈ -23 പ്ലസ് 35 ഈസ് ഈക്വൽ ടു y ഡിവൈഡ് ബൈ -14 പ്ലസ് 23 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 5 - 2 3 ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമും അതുപോലെ തന്നെ ലാസ്റ്റ് ടേമും ജസ്റ്റ് കൺസിഡർ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കാം, x ഡിവൈഡഡ് ബൈ -23 പ്ലസ് 35 എത്രയാണ്? +12 ആണ്, ഇസ് ഈക്വൽ ടു 1/3. അങ്ങനെയാണെങ്കിൽ x ഇസ് ഈക്വൽ ടു ഈ 12 മേലോട്ട് പോകും. ദാറ്റ് മീൻസ് 12 ഡിവൈഡ് ബൈ 3 എന്ന് വരും, ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 4. അത് തന്നെയാണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയത്, ഈക്വൽ ടു 4. ഇനി വൈൻ്റെ വാല്യൂ ജസ്റ്റ് നോക്കുക, y ഡിവൈഡഡ് ബൈ -14 പ്ലസ് 23 എത്രയാ? +9 ആണ്, ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3. y ഈസ് ഈക്വൽ ടു 9 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 3 ആണ് വരിക.
y is equal to 3. എക്സിന്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി, അതുപോലെ തന്നെ വൈന്റെ വാല്യൂ വളരെ ഈസി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് മെത്തേഡ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിന്റെ ടേംസിൽ നമ്മൾ എഴുതും, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്താണ് ചെയ്യുന്നത്. നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7, അതുപോലെ തന്നെ 2x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 23. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു 7 മൈനസ് വൈ എന്നുള്ള രൂപത്തിൽ പറഞ്ഞൂടെ? പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതെന്താ ചെയ്യുക? അത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ? 2x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 23 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എക്സ് എന്താ? 7 മൈനസ് വൈ ആണ്, പ്ലസ് 5y ഈക്വൽ ടു 23. 2 ഇൻറ്റു 7 14 ആണ്, മൈനസ് 2 ഇൻറ്റു y 2y ആണ്, പ്ലസ് 5y ഈക്വൽ ടു 23. ഓക്കെ. അപ്പോൾ 14 അങ്ങോട്ടേക്ക് പോകും, നെഗറ്റീവ് 14 ആയിട്ട് മാറും. അപ്പോൾ മൈനസ് 2y പ്ലസ് 5y എത്രയാണ്? 3y ആണ്, ഈസ് ഈക്വൽ ടു 23 മൈനസ് 14 9 ആണ്. y ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 3 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ. വൈൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? എക്സിൻ്റെയും കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ്. കാരണം y 3 ആണെങ്കിൽ അതിലേക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 7 സമ്മായിട്ട് കിട്ടുക. ദാറ്റ് മീൻസ് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എലിമിനേഷനും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 3 മെത്തേഡാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ, 2 ലീനിയർ ഇക്വേഷൻസ് തരാണെങ്കിൽ എങ്ങനെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലോട്ട് നീങ്ങാണ്, ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻ. അപ്പോൾ പലരും ഈ ഒരു ടേം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, അതായത് ഡിയോഫന്റൈൻ എന്ന് പറയുന്നത്. ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, എ ഡിയോഫന്റൈൻ ഇക്വേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് അൽജിബ്രൈക് ഇക്വേഷൻ വേർ ഓൺലി ഇൻറ്റിജർ സൊല്യൂഷൻസ് ആർ അലൗഡ്. അപ്പോൾ ഇൻറ്റിജർ സൊല്യൂഷൻ മാത്രം അലൗഡ് ആയിട്ടുള്ള അൽജിബ്രൈക് ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയോഫന്റൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ചില ഇക്വേഷൻസിന്, ചില അൽജിബ്രൈക് എക്സ്പ്രഷന് അല്ലെങ്കിൽ ഇക്വേഷന് അവിടെ ഇൻറ്റിജർ സൊല്യൂഷൻ തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അത് മാത്രം അലൗഡ് ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിയോഫന്റൈൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി താഴെ പറയുന്നുണ്ട്, ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് taken the form x plus by is equal to c, where x and y belongs to integer, where a, b, c are integer constants, x and y are unknown variables. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സും വൈയും എന്താവണം? ഇൻറ്റിജർ ആവണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിയോഫന്റൈൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ വേരിയബിളിന് കൃത്യമായിട്ട് ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഇൻറ്റിജറിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം അവിടെ എക്സിന്റെയും അതുപോലെ തന്നെ വൈന്റെയും വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയും ബിയും സിയും നമുക്കറിയാം ഓൾറെഡി കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ അത് ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി ഹോമോജീനിയസ് ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. അവിടെ എന്തായിരിക്കും? നമ്മൾ നോർമൽ ഫോം പറഞ്ഞത് എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഫോമാണ് അല്ലേ? എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഫോമാണ്. ഇവിടെ ഹോമോജീനിയസ് ആവുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വന്നു, എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 ആയി. വേർ എക്സ് അതുപോലെ തന്നെ വൈ ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ്. ഇനി ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ടേം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിന് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ എക്സ് 2 വേരിയബിൾസും അതുപോലെ തന്നെ 0 ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി അവിടെ ആൻസറും 0 ആയിട്ടാണ് വരിക. കാരണം എ ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ എന്നാണ്. അപ്പൊ എ ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു 0 എന്നായിട്ട് വരും. അപ്പൊ അത് ട്രിവിയൽ സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് അവിടെ പറയുന്നത് ഇഫ് ജി സി ഡി ഓഫ് എ അതുപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു ഡി, അതായത് എ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഓൾറെഡി അറിയാം 2 കോൺസ്റ്റന്റ്സ് ആണ് ആ ഒരു ഇക്വേഷനിൽ പറയുന്നത്. അതിന്റെ രണ്ടിന്റെയും ജി സി ഡി അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അല്ലാന്നുണ്ടെങ്കിൽ HCF എന്ന് പറയാം, ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയാം, അത് ഡി ആണെങ്കിൽ then the solution of the above equation is, above equation ഏതാണ്? എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് നമ്മൾ നോർമൽ ഒരു ഡിയോഫന്റൈൻ ഇക്വേഷന്റെ, ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷന്റെ ഇതാണ് നമ്മൾ പറഞ്ഞത്, എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി. അത് ഹോമോജീനിയസ് ആണെങ്കിൽ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി എന്നുള്ളത് മാറി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ ജി സി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു കെ ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ഡി ഇൻറ്റു കെ ആയിരിക്കും, വേർ കെ ബിലോങ്സ് ടു ഇൻറ്റിജർ. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ അങ്ങനെ തന്നെയാണോ സൊല്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം എന്റെ വാല്യൂ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്റെ വാല്യൂ 6 ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? 9 ആണ്. നെക്സ്റ്റ് ഡി എന്ന് പറയുന്നത് എന്താണ്?
GCD ആണ്, കോമൺ ഡിവൈസർ ആണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഡിവൈസർ ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. യെസ്. സോ 6ന്റെയും 9ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലാന്നുണ്ടെങ്കിൽ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 3 ആണ്. ആണല്ലോ. ഇനി എക്സിന്റെ വാല്യൂ അവർ പറയുന്നത് P/D into K ആണ്. P/D that means 9 divided by 3. That means 9 divided by 3 തന്നെയാണ്, 3K വരും. നെക്സ്റ്റ് Y is equal to minus A, that means -6 ആണ്, -6 divided by D, 3 into K. ഓക്കെ, -6 divided by 3 -2 ആണ്, അപ്പോൾ -2K എന്ന് പറഞ്ഞു. ഇനി നമുക്ക് K ഇൻറ്റിജർ വാല്യൂ ആണെന്ന് പറഞ്ഞല്ലോ. Kന്റെ വാല്യൂ 1 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. ഞാൻ ജസ്റ്റ് 1 ആണെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. K is equal to 1 ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. K equal to 1 ആയി കൊടുക്കുന്ന സമയത്ത് X is equal to എന്തായിട്ട് മാറും? 3 into K. 3 into 1 3 ആണ്. Y equal to എന്തായിട്ട് മാറും? Y equal to -2 into K. That means -2 into 1 -2 തന്നെയാണ്. ഇനി ജസ്റ്റ് ഇക്വേഷനിൽ 6x plus 9y എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 into x എത്രയാണ്? 3 ആണ്. പ്ലസ് 9 into y എന്ന് പറയുന്നത് -2 ആണ്. -2. 6 into 3 18 ആണ്. 9 into -2 that means -18 ആണ്. അപ്പോൾ 18 - 18 നമുക്ക് 0 ആണ് ആൻസർ വരിക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സിനും വൈക്കും വാല്യൂ സൊല്യൂഷൻ കണ്ടെത്തി, അവർ പറഞ്ഞ രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്തി, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അവിടെ കൃത്യമാണ്, നമുക്ക് 0 തന്നെയാണ് അൾട്ടിമേറ്റ്ലി അവിടെ ആൻസർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹോമോജീനിയസ് ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിയോഫന്റൈൻ ഇക്വേഷൻസിനെ കുറിച്ച് പറയാനുണ്ട്. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതികളുണ്ട്, അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡയോഫന്റൈൻ ഇക്വേഷൻ ഈസ് x plus by is equal to c. ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, x plus by is equal to c എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അവിടെ എക്സും അതുപോലെ തന്നെ വൈയും ബിലോങ്സ് ടു ഇൻഡിജേഴ്സ് ആണ്. ഇഫ് GCD ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡി, അപ്പൊ എന്റെയും ബിന്റെയും HCF അല്ലാന്നുണ്ടെങ്കിൽ GCD എന്ന് പറയുന്നത് D ആണെങ്കിൽ ആൻഡ് ഇറ്റ് ഡിവൈഡ് C, ഫൈൻഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് x plus by is equal to d. അവിടെ പറയുന്നത് നിങ്ങൾ എന്റെയും ബിന്റെയും, ഇപ്പൊ നമുക്ക് അവിടെ ഫോം എന്ന് പറയുന്നത് x plus by is equal to c എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. അപ്പൊ എന്റെയും ബിന്റെയും GCD കാണാം. ഓക്കെ, ആ GCD D ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ D കൃത്യമായിട്ട് C-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് C divided by D അത് കൃത്യമായിട്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇൻറ്റിജർ സൊല്യൂഷൻ ഇല്ല. മനസ്സിലായോ? നമ്മളവിടെ C ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, എയും തന്നിട്ടുണ്ടാവും, ബിയും തന്നിട്ടുണ്ടാവും. നമ്മൾ D അതായത് GCD നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് C divided by D ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ അവിടെ സൊല്യൂഷൻ ഇല്ല എന്നർത്ഥം, അതായത് ഇൻറ്റിജർ സൊല്യൂഷൻ ഇല്ല എന്നർത്ഥം. സൊല്യൂഷൻ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഡിയോഫന്റൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻറ്റിജർ സൊല്യൂഷൻ ആണ്. ഇപ്പൊ ഇൻറ്റിജർ സൊല്യൂഷൻ ഇല്ല എന്നർത്ഥം. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ബാക്കി ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് x plus by is equal to d. x plus by is equal to d എന്ന് പറയുന്ന ഇക്വേഷന്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാം. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ ഇക്വേഷൻ ആണ് നമുക്കുള്ളത്, 2 ഇക്വേഷൻ ഇല്ല. 2 ഇക്വേഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താമായിരുന്നു. ഇവിടെ സിംഗിൾ ഇക്വേഷൻ ആണത്, x plus by is equal to c. അതിനെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡിയോഫന്റൈൻ ആണെന്നുണ്ടെങ്കിലുള്ള കേസാണ്. ഡിയോഫന്റൈൻ ആണോ എന്നല്ല നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവിടെ C divided by D ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് x plus by is equal to d എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആ ഇക്വേഷനെ മാറ്റുക. അതിന്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, അതിന്റെ ഒരു ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക. അതിന് കുറേ സൊല്യൂഷൻ ഉണ്ടാവും, യുണീക് സൊല്യൂഷൻ ആയിരിക്കില്ല, അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് സൊല്യൂഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ത് ചെയ്യാം? അവിടെ നിന്ന് കണ്ടെത്തുക യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. അതിനുശേഷം നമുക്ക് അവിടുന്ന് x0 y0 നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് x0 y0 കിട്ടും. ആ x0 y0 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജനറൽ സൊല്യൂഷനും അവിടെ നിന്ന് പറയാൻ പറ്റും. ഇവിടുന്ന് ആദ്യം നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടു, ആ ഒരു GCD ഒക്കെ കണ്ടതിന് ശേഷം അതിനുശേഷം x0 y0 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു ജനറൽ സൊല്യൂഷനും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ജനറൽ സൊല്യൂഷൻ പറയുന്നത് x is equal to c by d x0 minus b by dm, y is equal to c by d y0 plus a by d m.
ഇതാണ് അവിടെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഒരു ക്വസ്റ്റ്യന്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 5x + 3y = 4. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ? എന്റെയും ബിയുടെയും GCD കാണുക എന്നുള്ളതാണ്. GCD ഓഫ് എ ബി, അതായത് 5ന്റെയും 3ന്റെയും GCD ആണ്. എത്രയാണ്? 1 ആണ്. കാരണം 5ഉം അതുപോലെ തന്നെ 3യും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഡയറക്ട്ലി GCD 1 ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ C/D കറക്റ്റ് ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ C ഏതാണ്? 4 ആണ്. 4/1 കറക്റ്റ് 4 ആണ്. അതായത് കറക്റ്റ് ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ റിമൈൻഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റ് ഡിവിസിബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഡിവിസിബിൾ ആണ്, ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൃത്യമായിട്ട് സൊല്യൂഷൻസ്, ഇന്റിജർ സൊല്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5x + 3y = D, അതായത് x + by = D എന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. അപ്പോൾ x + by = D. അപ്പോൾ ഇവിടെ D എന്താ? D 1 ആണ് അല്ലേ? GCD ആണ് D എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് 1 ആണ്. നമ്മൾ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടെത്തണം യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 5 = 3 × 1 + 2 ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് 3 എടുക്കാം. 3 = 2 × 1 + 1 ആണ്. അപ്പോൾ നമുക്ക് റിമൈൻഡർ അവിടെ 1 ആണ് വരുന്നത്. ഇപ്പോൾ റിമൈൻഡർ 0 വരുന്ന കേസ് വരെ നമ്മൾ എന്ത് ചെയ്യണം? അത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് 2 = 1 × 2 + 0. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തായി? കൃത്യമായിട്ട് റിമൈൻഡർ 0 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? 1 = ഈ ഒരു ഇക്വേഷനിൽ 1 = 3 - 2 × 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? 2 = 5 - 3 × 1 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ നമുക്ക് 2 എന്താന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 5 - 3 ആണ് അല്ലേ? അപ്പോൾ ആ 5 - 3 ജസ്റ്റ് ഈ ഒരു 2ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 = 3 - 5 - 3 × 1. ഓക്കെ ആണല്ലോ. നൗ 1 = 3 - 5 + 3 × 1 എന്ന് കിട്ടും. ഇനി ജസ്റ്റ് നോക്കുക, 3 + 3 6 ആണ് അല്ലേ? 6 നമുക്ക് 2 × 3 എന്ന് പറയാലോ. അപ്പോൾ 1 = 2 × 3 - 5 × 1. ഓക്കെ, ഇത്രയും നമുക്ക് പറയാലോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെ? ഇവിടെ നോക്കുക, =1 ആണ്, =1 ആണ്. ഓക്കെ, എക്സിന്റെ കോയിഫിഷ്യന്റ് 5 ആണ്, ഇവിടെയും 5 വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈന്റെ കോയിഫിഷ്യന്റ് 3 ആണ്, വൈന്റെ കോയിഫിഷ്യന്റ് ഇവിടെയും കൃത്യമായിട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് x0 അതുപോലെ തന്നെ y0 കിട്ടും വളരെ സിമ്പിൾ ആയിട്ട്. x0 എത്രയായിരിക്കും? 5x ആണ്. ഇവിടെ 5xന്റെ അതേ സ്ഥാനത്ത് വരുന്നത് എന്താണ്? -5 ആണ്. ദാറ്റ് മീൻസ് x0ന്റെ വാല്യൂ -1 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് y0 ആണ്. അപ്പോൾ y0 ജസ്റ്റ് നോക്കുക, 3yന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 6 ആണ്. ദാറ്റ് മീൻസ് 2 × 3 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 3 × y = 2 × 3. ദാറ്റ് മീൻസ് y = അല്ലെങ്കിൽ y0 = എന്താണ് വരിക? 2 ആണ് വരിക. അപ്പോൾ x0 അതുപോലെ തന്നെ y0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണണം. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണാം? x = C/D x0 ആണ്. അതുപോലെ തന്നെ y = C/D y0 ആണ്. അപ്പോൾ x = C/D എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. C/T. ഓക്കെ, 4/1. y = C/D 4/1 തന്നെയാണ്. x0 എത്രയാണ് വരുന്നത്? -1 ആണ് വരുന്നത്. ഓക്കെ, y0 എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അൾട്ടിമേറ്റ്ലി x = -4ഉം y = 8 ആണ് നമുക്ക് അവിടെ ഫസ്റ്റ് സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ജനറൽ ഫോമിലേക്കും കൂടി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഫോം എന്താ വരുന്നത്? x = C/D x0 -B/DM -B/DM. അതുപോലെ തന്നെ y = C/D x0 +A/DM A/DM. ഇതാണ് നമുക്കവിടെ എന്ത് ചെയ്യുന്നത്? ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ x = C/D x0 നമ്മൾ കണ്ടു കഴിഞ്ഞു.
എത്രയാണ്? -4 ആണ് വരുന്നത്. മൈനസ് ബി ബൈ ഡി എം. ഓക്കെ, ബി ബൈ ഡി എത്ര വരുന്നത്? ബി ബൈ ഡി, ദാറ്റ് മീൻസ് 3 ഡിവൈഡഡ് ബൈ 1 ആണ്, 3 തന്നെയാണ് വരിക, ഇൻറ്റു എം. ഓക്കെ, y ഈസ് ഈക്വൽ ടു നമുക്ക് സി ബൈ ഡി എക്സ് നോട്ട് നമ്മൾ ഓൾറെഡി സി ബൈ ഡി വൈ നോട്ട് ആണ് ഇവിടെ വരിക. സി ബൈ ഡി വൈ നോട്ട് ആണ്. സി ബൈ ഡി വൈ നോട്ട് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. എത്രയാണ് വരുന്നത്? 8 ആണ്. 8 പ്ലസ് എ ബൈ ഡി എം, ഓക്കെ, 5 ബൈ 1, 5 എം ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എക്സിന്റെയും അതുപോലെ തന്നെ വൈന്റെയും ജനറൽ സൊല്യൂഷൻ നമുക്ക് അവിടെ വരുന്നത്. എക്സിൻ്റെത് -4 -3m, അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 8 + 5m. ഇത് രണ്ടുമാണ് നമുക്ക് അവിടെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ, ഫസ്റ്റ് പെർട്ടിക്കുലർ സൊല്യൂഷനിൽ നമുക്ക് എമ്മിന്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 0 ആവുന്ന സമയത്ത് ഈ ഒരു വാല്യൂ ഉണ്ടാവില്ല. ഡയറക്ട്ലി നമുക്ക് എക്സ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സി ബൈ ഡി എക്സ് നോട്ട് ആയിട്ട് അവിടുത്തെ ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇനീഷ്യലി ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് കണ്ടത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. അതിൽ പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സിൽ നമ്മൾ അങ്ങനെ കൺസെപ്ച്വലി ഭയങ്കര കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ അവിടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇഫ് എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എക്സ് വൈ ഇസഡ് ഡേയ്സ്. ഇത് ഏത് കൈൻഡ് ഓഫ് ടോപ്പിക് റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റൻ ആണ്? ടൈം ആൻഡ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ 3 പേരുണ്ട്, എയും ബിയും അതുപോലെ തന്നെ സിയും. അപ്പൊ എക്ക് ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എക്സ് ഡേയ്സ് എടുക്കും, ബിക്കാണെങ്കിൽ ആ വർക്ക് തീർക്കാൻ വേണ്ടി വൈ ഡേയ്സ് എടുക്കും, സിക്കാണെങ്കിൽ ആ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇസഡ് ഡേയ്സ് എടുക്കും. വൈൽ വർക്കിംഗ് അലോൺ. ഓക്കെ, ഇവര് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് ഈ ഒരു സമയങ്ങൾ എടുക്കുന്നത്. അതായത് എ മാത്രം വർക്ക് ചെയ്യാണ്, അപ്പൊ എക്ക് എക്സ് ഡേയ്സ് എടുക്കും, ബി മാത്രം വർക്ക് ചെയ്യാണ്, ബിക്ക് വൈ ഡേയ്സ് എടുക്കും, സി മാത്രം എടുക്കാണ്, സിക്ക് ഇസഡ് ഡേയ്സ് എടുക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെടുക്കുന്ന ഡേയ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് 1 ഡിവൈഡഡ് ബൈ 1/x പ്ലസ് 1/y പ്ലസ് 1/z. ഓക്കെ, ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ഒരു വർക്ക് തീർക്കാം എന്നുള്ള ഒരു ഐഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, LCM മെത്തേഡും ഉണ്ട്. LCM മെത്തേഡ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ ലീനിയർ ഇക്വേഷൻ 20x + 16y = 500 വേർ എക്സ് അതുപോലെ തന്നെ y ബിലോങ്സ് ടു ഇൻഡിജേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തു വെച്ചതാണ് ലീനിയർ ഡേ ഓഫ് എൻഡൈൻ ഇക്വേഷൻസ്. അതിൽ നോൺ ഹോമോജീനിയസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഇതും എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ എൻ്റെയും ബിയുടെയും GCD കണ്ടെത്താന്നുള്ളതാണ്. A 20 ആണ്, B 16 ആണ്. അതിന്റെ GCD എന്ന് പറയുന്നത് എത്രയാണ്? 20യുടെയും 16ന്റെയും GCD ഹയസ്റ്റ് കോമൺ ഫാക്ടർ 4 ആണ്. നെക്സ്റ്റ് സിയുമായിട്ട് കറക്റ്റ് ഡിവിസിബിൾ ആണോ ഡി എന്നുള്ളത് നോക്കുക. ഇത് ഡി ആണ് അല്ലേ? അപ്പൊ സിയുമായിട്ട് കറക്റ്റ് ഡിവിസിബിൾ ആണോ നോക്കുക. 125 കറക്റ്റ് എന്താണ്? ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ഇന്റിജർ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? AX + BY ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. AX 20x ആണ് പ്ലസ് BY 16y ആണ് ഈസ് ഈക്വൽ ടു ഡി. ഡി എന്താ നമ്മൾ ഓൾറെഡി കണ്ടെത്തി? 4 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യാം. 20 = 16 × 1 + 4 ആണ്. ഫസ്റ്റ് ലൈൻ അങ്ങനെ വരും. നെക്സ്റ്റ് 16 = 4 × 4 + 0 ആണ്. കൃത്യമായിട്ട് സെക്കൻഡ് ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു? റിമൈൻഡർ 0 ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. എന്താണ്? 20 = 16 × 1 + 4 ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 4 = 20 - 16 × 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 4 = 20 - 16 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഫോമിലേക്കായി 20x + 16y = 4. അവിടെ =4 ആണ് വരുന്നത്. 20 എന്ന് പറയുന്ന ടേം ഉണ്ട്, 16 എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് x0 ഉം y0 ഉം കാണാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് x0 കാണാം. x0 നോക്കുക. ഇവിടെ 20x ആണ് പറഞ്ഞത്, ഇവിടെ വെറും 20 ആണ്. ദാറ്റ് മീൻസ് 20 × 1 എന്ന് പറഞ്ഞൂടെ? അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. x0ന്റെ വാല്യൂ 1 ആയിരിക്കും. നെക്സ്റ്റ് y0 നോക്കുക.
ഇവിടെ 16y, ഇവിടെ 16y പകരമായിട്ട് ഇപ്പുറത്ത് വരുന്ന എന്താ -16 ആണ്. ദാറ്റ് മീൻസ് y0 എന്താണ് -1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് കാണണം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് c/d ഇൻറ്റു x0 ആണ്. അപ്പൊ c/d എത്രയാണ് നോക്കുക, 500 ഡിവൈഡഡ് ബൈ d, ദാറ്റ് മീൻസ് 125 ആണ് അല്ലേ, ഇൻറ്റു x0 1 തന്നെയാണ്. അപ്പോൾ എക്സ് 125 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 125 തന്നെയാണ് വരിക. നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല, ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു c/d 125 ആണ് ഇൻറ്റു -1, ദാറ്റ് മീൻസ് -125 വരും. -125 ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ എക്സും വൈയും നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജനറൽ സൊല്യൂഷൻ കാണാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ എന്താ പഠിച്ചേ, ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു c/d x0 മൈനസ് b/d m. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു c/d x0 മൈനസ് b/d m. അങ്ങനെയാണെങ്കിൽ y is equal to c/d y0 പ്ലസ് a/d m അല്ലേ, പ്ലസ് a/d m എന്നല്ലേ വന്നത്, പ്ലസ് a/d m ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും അതേ രീതിയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ കാണുകയാണെങ്കിൽ c/d x0 വാല്യൂ അതാണ് നമ്മൾ എക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് 125 ആണ്, 125 ആണ്. മൈനസ് b/d m, b/d ഓക്കെ, b 16 ആണ് ഡിവൈഡഡ് ബൈ d 4 ആണ്. ഇപ്പോൾ 16 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ്, 4m വന്നു. നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു c/d y0 മൈനസ് 125 ആണ് വരുന്നത്, പ്ലസ് a/d m 20 ഡിവൈഡഡ് ബൈ d, ദാറ്റ് മീൻസ് 20 ഡിവൈഡ് ബൈ 4 5 ആണ്, 5m. ഇതാണ് നമുക്ക് അവിടെ രണ്ട് ജനറൽ സൊല്യൂഷൻ വരുന്നത്, എക്സിനും അതുപോലെ തന്നെ വൈക്കും വരുന്ന ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് സച്ച് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ് ഈസ് 18. ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 18 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും എഫക്റ്റീവ് രീതി എന്ന് പറയുന്നത് നമ്മൾ കേസസ് എടുക്കുക എന്നുള്ളതാണ്. ഡിജിറ്റ്സിന്റെ പ്രോഡക്റ്റ് 18 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, 1 18, 2 9, 3 6, പിന്നെ ഓപ്പോസിറ്റും വരും, അതായത് 6 into 3, 9 into 2, 1 into 18. ഇപ്പോൾ രണ്ട് കേസസും വരും. ഞാൻ അവിടെ ഒറ്റ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ, 1 into അവിടെ ഓർഡർ ഞാൻ വിഷയാക്കുന്നില്ല. ഓക്കെ, പക്ഷെ 1 into 18 പറ്റുമോ, 1 into 18 പറ്റില്ല, കാരണം 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഒരു ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റ്, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 18 കിട്ടണം. അപ്പോൾ 1 into 18 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് ആയി ടോട്ടലി. അപ്പോൾ അത് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ബാക്കിയുള്ള രണ്ടെണ്ണമാണ് നമുക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം. when 63 is subtracted from the number, the digits interchange their place. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ, ഇപ്പൊ എക്സ് വൈ എന്ന് പറയുന്ന 2 ഡിജിറ്റ്, ഇവിടെ രണ്ട് 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ എക്സ് ആണ്, ഈ ഒരു പൊസിഷനിൽ വൈ ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ 10x പ്ലസ് വൈ എന്ന് പറഞ്ഞൂടെ, ഇതിന്റെ വാല്യൂ 10x പ്ലസ് വൈ എന്ന് പറഞ്ഞൂടെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു 42 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, അതിന് നമുക്ക് 4 into 10, ഇവിടെ എക്സിന്റെ പകരം 4 ആണ്, 4 into 10 plus 2 എന്ന് പറഞ്ഞൂടെ. 4 into 10 40 ആണ്, പ്ലസ് 2 42. അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 10x പ്ലസ് 2 എന്ന് പറയാൻ പറ്റും. അപ്പൊ 10x പ്ലസ് 2 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, 63 സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, അത് ഇന്റർചേഞ്ച് ചെയ്യാണ്. അതായത് 10y പ്ലസ് എക്സ് ആയിട്ട് മാറാണ്. അതാണല്ലോ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻ്റെ വാല്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവരാം, എക്സിൻ്റെതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, കോൺസ്റ്റന്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 10x മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 10y ഇസ് ഈക്വൽ ടു -63 അങ്ങോട്ടേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 63 ആയി. 10x മൈനസ് എക്സ് 9x ആണ്, പ്ലസ് y മൈനസ് 10y മൈനസ് 9y ആണ്. ഓക്കെ, മൈനസ് 9y ഇസ് ഈക്വൽ ടു 63. 9 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. 9 into x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 63. ഇവിടെ 9 into x മൈനസ് വൈ ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അപ്പോൾ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 63 ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 7 വരണം. ഓക്കെ, ഇവിടെ രണ്ട് കേസസ് നമുക്കുള്ളൂ. ആ രണ്ട് കേസസിലും നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ ആൻസർ കിട്ടൂലേ. ഇവിടെ
9 - 2 നമുക്ക് 7 ആണ്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഇവിടെ 6 - 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 92 ആയിരിക്കും നമ്മുടെ ആൻസർ. കാരണം എന്താ, ബിഗ്ഗർ നമ്പർ ആണ് കാണാനുള്ളത്. കാരണം വലിയ നമ്പറിന്ന് 63 കുറക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ആയിട്ട് വരിക. ആ രീതിയിൽ നമുക്ക് അവിടെ ആൻസർ ചെയ്താൽ വരിക 92 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 92 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 7x + 12y = 220 ഇൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഈ ഒരു ഇക്വേഷന് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ടാവും. നമുക്കവിടെ വേണ്ടത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമാണ്. അതായത് എക്സിന്റെയും വൈന്റെയും വാല്യൂ ബോത്ത് എന്തായിരിക്കണം, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കൈൻഡ് ഓഫ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് ഒരു ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ചെയ്താം. 7x + 12y = 220. ഇവിടെ 7x = 220 - 12y എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ x = എന്തായിരിക്കും, 220 - 12y / 7 ആയിരിക്കും. ഓക്കെ, ഇനിയാണ് പ്രോപ്പർ ലോജിക്കിന്റെ ഗെയിം വരുന്നത്. ഇവിടെ 220ൽ നിന്ന് ഞാൻ 12ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ സബ്ട്രാക്ട് ചെയ്യാണ്. 220ൽ നിന്ന് ഞാൻ 12ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് 7ന്റെ മൾട്ടിപ്പിളും കൂടി ആവണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 220ൽ നിന്ന് ഞാൻ ആദ്യം 12 കുറച്ചു. അപ്പൊ എനിക്ക് 208 ആണ് വരിക. 208 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് 12 കുറക്കാം, 196 കിട്ടും. അങ്ങനെ നോക്കാം. ഞാൻ ആദ്യം 220 ആണോ നോക്കാം ഡയറക്ട്ലി. അല്ല, 220 ആണെങ്കിൽ നമുക്ക് y-ന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ 220 അല്ല, അതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് 208, 12 കുറച്ച് കൊണ്ടുവരാം. 208 7ന്റെ മൾട്ടിപ്പിൾ ആണോ? കാരണം 210 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 208 എന്തായാലും 7ന്റെ മൾട്ടിപ്പിൾ ആവില്ല. നെക്സ്റ്റ് 196 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 210 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിൽ നിന്ന് 14 കുറച്ചതാണ് 196. ദാറ്റ് മീൻസ് 196 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ 196ലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് 24 മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് 12 × 2 നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. നമുക്ക് 220ൽ നിന്ന് 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് 196ലേക്ക് എത്തുക. അതായത് 24 എന്ന് പറഞ്ഞാൽ 12 × 2 അല്ലേ. അപ്പോൾ y-ന്റെ വാല്യൂ 2 ആയി. ഫസ്റ്റ് വാല്യൂ y-ന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് x-ന്റെ വാല്യൂ എന്താണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കുക. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടും. നോക്കുക, x = 220 - 12 × 2. ദാറ്റ് മീൻസ് 24 ആണ്. 220 - 24 എന്ന് പറയുമ്പോൾ 196 വരും ഡിവൈഡഡ് ബൈ 7. 196 ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് 28 ആണ്. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് 28 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഇനി വളരെ സ്മൂത്താണ്. ഞാൻ പറയാൻ കാരണം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ അഡീഷൻ ആണ്, അതായത് 7x + 12y ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് y-ന്റെ വാല്യൂ ഡിക്രീസ് ആവും. ഇപ്പൊ എക്സിന്റെ അടുത്തൊരു വാല്യൂ എടുക്കുകയാണ്, അത് ഞാൻ 28നേക്കാളും മുകളിലുള്ള വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ y-ന്റെ വാല്യൂ എന്തായിരിക്കും, 2നേക്കാളും സ്മോളർ വാല്യൂ ആയിരിക്കും. അത് ഏത് രീതിയിലാണ് പോവുക, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ടാണ് പോവുക. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട. എനിക്കിവിടെ y-ന്റെ വാല്യൂ ഇനി ചെറുതാക്കാൻ പറ്റുമോ? y-ന്റെ വാല്യൂ എനിക്ക് കിട്ടിയ വാല്യൂ ഇപ്പോൾ 2 ആണ്. ആ y-ന്റെ വാല്യൂ ഇനിയും താഴോട്ട് പോകാൻ പറ്റുമോ? കാരണം താഴോട്ട് പോകാൻ പറ്റുന്ന പറഞ്ഞാൽ ഇനി 1 ഒക്കെയാ വരുന്നുള്ളൂ പോസിറ്റീവായിട്ട്. അപ്പൊ ഇനി താഴേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ y-ന്റെ വാല്യൂ എന്ത് ചെയ്യണം, മുകളിലോട്ട് കൊണ്ടുവരണം. എക്സിന്റെ വാല്യൂ എന്താവും, ഓട്ടോമാറ്റിക്കലി താഴും. അപ്പോൾ ഏത് രീതിയിലാണ് y-ന്റെ വാല്യൂ ഇൻക്രീസ് ആവുക? ഞാൻ പറഞ്ഞു, y-ന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ എക്സിന്റെ വാല്യൂ താഴും, എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ y-ന്റെ വാല്യൂ ഡിക്രീസ് ആവും. എങ്ങനെ നമ്പർ വെച്ചിട്ടാണ് ഇത് ഇൻക്രീസും ഡിക്രീസും ആവുന്നത് നോക്കാം. ഇവിടെ y-ന്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ നോക്കുക, 7 ആണ്. ഇവിടെ 7 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുക എക്സിന്റെ കോയിഫിഷ്യന്റ്. ദാറ്റ് മീൻസ് അടുത്ത വാല്യൂ 9 ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൂടുന്ന സമയത്ത് ഇപ്പുറത്ത് എന്താവും, എക്സിന്റെ വാല്യൂ കുറയും. അത് ഏതിന്റെ കോയിഫിഷ്യന്റ് വെച്ചിട്ടാവും, y-ന്റെ കോയിഫിഷ്യന്റ്, അതായത് 12 വെച്ചിട്ട് ഇവിടെ കുറയും. ദാറ്റ് മീൻസ് 16 ആവും. ഓക്കെ, വീണ്ടും 7 കൂട്ടാം, എത്ര വന്നു, 16 വന്നു. വീണ്ടും 12 ഡിക്രീസ് ചെയ്യാം, നമുക്ക് 4 വന്നു. ഓക്കെ, ഇനി വീണ്ടും 12 ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് വന്നു, നമുക്ക് പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം മതി. ഓക്കെ,
അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും നെഗറ്റീവിലോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങോട്ടും പോകട്ടോ, രണ്ട് സൈഡിലൊക്കെ ഇൻഫിനൈറ്റ് ആയിട്ട് പോവാം. പക്ഷെ ഇവിടേക്ക് നമ്മൾ ഇനി പോകുന്ന സമയത്ത് കുറക്കാണ് ചെയ്യുക അല്ലേ, 2 - 7 ആണ് ചെയ്യുക, അവിടെ നെഗറ്റീവിലോട്ട് പോകും. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുന്നത് നോക്കുക. എക്സിന് വരുന്ന വാല്യൂസ് 28, അതുപോലെ തന്നെ 16, അതുപോലെ തന്നെ 4. വൈക്ക് വരുന്ന വാല്യൂസ് 2, 9, 16. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട്, അതായത് ഇതൊരു പെയറാണ്, എക്സിന്റെ വാല്യൂ 28 ആണെങ്കിൽ വൈ 2 ആയിരിക്കും, എക്സിന്റെ വാല്യൂ 16 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 9 ആയിരിക്കും, എക്സിന്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 16 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാല്യൂ ഇട്ട് നോക്കിയിട്ട് ഇക്വേഷൻ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതെല്ലാ കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഇവിടെ അഡീഷൻ ആയതുകൊണ്ടാണ് ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയുന്നത്. സബ്ട്രാക്ഷൻ ആവുന്ന സമയത്ത് ഒന്ന് കൂടുന്ന സമയത്ത് മറ്റവും കൂടും, ഒന്ന് കുറയുന്ന സമയത്ത് മറ്റവും കുറയും. അതും കുറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. എക്സിൻ്റെതാണെങ്കിൽ വൈൻ്റെ കോയിഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ട്, വൈൻ്റെതാണെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ട്. ഇവിടെ ഒരു APL ഫോം ചെയ്യുന്നത് വെച്ച് നോക്കാം. 28, 16, 4 അവിടെ എന്തായിരിക്കും, ഇന്റർവെൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾ പഠിച്ച മെത്തേഡ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുറച്ച് ലോജിക്കും കൂടി യൂസ് ചെയ്ത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്പെൻസ് ഓഫ് എ പാർട്ടി ഹാവിംഗ് 43 ഗസ്റ്സ് വേർ 229. ഒരു പാർട്ടി നടക്കുന്നുണ്ട്, 43 ഗസ്റ്റുകളാണ്, 43 ഗസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 229. എന്ത് കൈൻഡ് ഓഫ് പാർട്ടി ആണെന്ന് അറിയില്ല, ഇത്ര കുറച്ച് എക്സ്പെൻസ്, വാട്ട് എവർ. ഇഫ് ഈച്ച് മാൻ പെയ്ഡ് 10 അല്ലെങ്കിൽ ₹10, ഈച്ച് വുമൺ പെയ്ഡ് ₹5 ആൻഡ് ഈച്ച് ചൈൽഡ് പെയ്ഡ് ₹2, ഹൗ മെനി വേർ ദർ ഓഫ് ഈച്ച്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ, മെന്നിൻ്റെ എണ്ണം എക്സ് ആണ്, വുമൻ്റെ എണ്ണം വൈ ആണ്, അതുപോലെ തന്നെ ചിൽഡ്രൻ്റെ എണ്ണം ഇസഡ് ആണ് എന്ന് ഞാൻ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, മെന്നും വുമണും ചിൽഡ്രനും കൂടി ടോട്ടൽ ആൾക്കാർ വന്നത് എത്രയാണ്, 43 ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ, നെക്സ്റ്റ്, ഒരു മെന്ന് പേ ചെയ്തത് ₹10 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെൻസ് എത്ര പേ ചെയ്തിട്ടുണ്ടാവും, എക്സ് ഇൻറ്റു 10, ദാറ്റ് മീൻസ് 10x, പ്ലസ് ഒരു വുമണ് പേ ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ ടോട്ടൽ വുമൻസ് പേ ചെയ്തത് 5 ഇൻറ്റു വൈ ആയി, പ്ലസ് ചിൽഡ്രൻ 2 ആയതുകൊണ്ട് തന്നെ 2z. ടോട്ടൽ എത്രയാണ് സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ എക്സ്പെൻസ് വന്നത് 229 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു യുണീക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ? നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ എക്സിനും വൈക്കും ഇസഡിനും യുണീക്ക് സൊല്യൂഷൻ എനിക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. യുണീക്ക് സൊല്യൂഷൻ ഇവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അവിടെ മിനിമം നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാവണം. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും ഇസഡും ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് മിനിമം 3 ഇക്വേഷനെങ്കിലും വേണം. എന്നാൽ മാത്രമേ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ എത്താൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമുക്കിവിടെ പോസിബിലിറ്റീസ് കണ്ടെത്താം. എക്സ് ഇതാണെങ്കിൽ വൈ ഇതാണെങ്കിൽ ഇസഡ് ഇതായിരിക്കും അടുത്തൊരു പോസിബിലിറ്റി. അങ്ങനെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് കണ്ടെത്താം. അപ്പോൾ അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി കൺസിഡർ ചെയ്യുക, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 2x പ്ലസ് 2y പ്ലസ് 2z ഇസ് ഈക്വൽ ടു 43 ഇൻറ്റു 2 86 ആണ്. അത് തേർഡ് ഇക്വേഷൻ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ 2-ൽ നിന്ന് ഇക്വേഷൻ 3-നെ മൈനസ് ചെയ്യാം. 10x മൈനസ് 2x 8x ആണ്. 5x മൈനസ് 2y 3y, 2z മൈനസ് 2z രണ്ടും കട്ടായിട്ട് പോകും, 0 ആണ്, ഇസ് ഈക്വൽ ടു 229 മൈനസ് 86. ഇപ്പോൾ 229 6 കുറക്കുന്ന സമയത്ത് നമുക്ക് 223 ആണ് കിട്ടുക. അതിൽ നിന്ന് ഒരു 8 കുറക്കുക. ആദ്യം 20 കുറക്കുന്ന സമയത്ത് 203 കിട്ടി. പിന്നെ ഒരു 16 കൂടി കുറക്കുന്ന സമയത്ത് നമുക്ക് 143 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, 8x ഈസ് ഈക്വൽ ടു 143 മൈനസ് 3y. അതുപോലെ തന്നെ x ഈസ് ഈക്വൽ ടു 143 മൈനസ് 3y divided by 8. Okay, x is equal to 143 minus 3y divided by 8. Okay, ഇനി
നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സിന്റെയും വൈയുടെയും ഒരു ഫസ്റ്റ് സൊല്യൂഷൻ നമുക്കൊരു ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ചിട്ട് ജസ്റ്റ് കണ്ടെത്താം. നമ്മൾ 143ൽ നിന്ന് 3ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ കുറച്ച് പോവാണ് അല്ലേ. 143 മൈനസ് 3y 3ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ കുറക്കാണ്. ഫസ്റ്റ് നമുക്ക് 140 കിട്ടും. ഓക്കെ, 148ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇനി നെക്സ്റ്റ് 3 കുറക്കണ്ട. 3 കുറച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? 8 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ആ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. നമ്മൾ 140ൽ നിന്ന് 3 കുറക്കുന്ന സമയത്ത് നമുക്ക് 137 ഒരു ഓഡ് നമ്പർ ആണ്. അതെന്തായാലും നമ്മുടെ പോസിബിലിറ്റി ആവില്ല. അപ്പൊ ഡയറക്ട്ലി എന്ത് ചെയ്യാന്ന് വെച്ചാൽ 6 കുറച്ച് പോവാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലോജിക് ബിൽഡ് ചെയ്യുക. 134 കുറക്കുക. 134 കുറക്കല്ല, 134ലേക്ക് എത്തുക. അതായത് 6 കുറക്കുന്ന സമയത്ത് 134ലേക്ക് എത്തും. 134 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. നെക്സ്റ്റ് വീണ്ടും കുറക്കുക. 128 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 8 × 16 ആണ് നമുക്ക് 128 വരുന്നത്. അപ്പോൾ ഇവിടെ 128 എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 143 മൈനസ് 3y ഈസ് ഈക്വൽ ടു 128 ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3y ഈസ് ഈക്വൽ ടു എത്ര വരേണ്ടത്? 3y ഈസ് ഈക്വൽ ടു 15 വരണം. y ഈസ് ഈക്വൽ ടു 5 വരണം. അപ്പോൾ വൈൻ്റെ വാല്യൂ ഫസ്റ്റ് 5 ഇട്ട് കൊടുക്കാം. വൈൻ്റെ വാല്യൂ ഫസ്റ്റ് 5 ഇട്ട് കൊടുക്കാം. വൈൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര വരാം? വൈൻ്റെ വാല്യൂ 5. എക്സിന്റെ വാല്യൂ എത്ര വരാം? ഇസ് ഈക്വൽ ടു 143 minus 3 into 5 divided by 8. That means 143 minus 15 divided by 8. Okay, so 128 divided by 8 is equal to 16. അപ്പോൾ എക്സിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 16 ആയി. ഇസെഡിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് എന്ന് പറയുന്നത് 43 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ 43 മൈനസ് 21, ഇസെഡിന്റെ വാല്യൂ 22. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ എക്സും വാല്യൂം ഇങ്ങനെ കൂട്ടിയും കുറച്ചും കളിച്ച് നമുക്ക് വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല നമുക്ക് എക്സിനും വൈനും ഇസെഡിനും പോസിറ്റീവ് വാല്യൂ ആണ് വേണ്ടത് എന്ന്. പക്ഷെ എന്താണ് ഈ എക്സും വൈയും ഇസെഡും ഒക്കെ? ആളുകളുടെ എണ്ണമാണ്. ആളുകളുടെ എണ്ണം നെഗറ്റീവ് ആവോ? ഇല്ല. നമുക്കിവിടെ അൾട്ടിമേറ്റ്ലി കാണേണ്ടത് പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ്. ഓക്കെ, അതിനോട് കൂടെ തന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഈസ് ഈക്വൽ ടു 43 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനും കൂടി കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എക്സിന്റെ വാല്യൂ ജസ്റ്റ് കൂട്ടി നോക്കാം അല്ലെ. നമുക്ക് 8x plus 3y is equal to 143. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. ദാറ്റ് മീൻസ് 19 ആണ് വരുന്നത് കൂട്ടുന്ന സമയത്ത് അല്ലേ. അത് 3 വെച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് 19 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ 8 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഇത് പോസിബിൾ ആവുമോ? കാരണം 5 മൈനസ് 8 എന്ന് പറയുമ്പോൾ -3 ആണ്, നെഗറ്റീവിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വാല്യൂ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 16 കൃത്യമായിട്ട് കുറച്ച് കൊണ്ടുവരണം. 16 കൃത്യമായിട്ട് കുറച്ച് കൊണ്ടുവരാം. അതിനനുസരിച്ച് വൈനെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കൂട്ടി കൊണ്ടുപോകാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? 16ൽ നിന്ന് ജസ്റ്റ് 3 ഡിഗ്രീസ് ചെയ്യുക. ഡിഗ്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13 വരും, നെക്സ്റ്റ് 10 വരും, നെക്സ്റ്റ് 7 വരും, നെക്സ്റ്റ് 4 വരും, നെക്സ്റ്റ് 1 വരും. ഓക്കെ, ഇവിടെ ഡിഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എക്സ് ഡിഗ്രീസ് ചെയ്താൽ വൈ ഡിഗ്രീസ് ചെയ്യണം. ഇൻ ടേംസ് ഓഫ് 8 അല്ലേ, കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് 8 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 13 വന്നു, നെക്സ്റ്റ് 21 വരും, നെക്സ്റ്റ് 29 വരും, നെക്സ്റ്റ് നമുക്ക് എത്ര വരും? 29ലേക്ക് 8 ആഡ് ചെയ്യുന്ന സമയത്ത് 37 വരും. അടുത്തത് നമുക്ക് 45 വരും. പക്ഷെ 45 വരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആകെ 43 വരുന്നുള്ളൂ. അപ്പോൾ വൈ മാത്രം എങ്ങനെ നമുക്ക് 45 വരാൻ പറ്റുക? ഈ ഒരു 1 വേണ്ട. ഓക്കെ, ഇത്രയും വാല്യൂസ് മതി. 5 വാല്യൂസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇസെഡിന്റെ വാല്യൂസും കൂടി ഒന്ന് കണ്ടെത്തി അതൊന്ന് ഉറപ്പിക്കാം, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ഉറപ്പിക്കാം. അപ്പോൾ 4 + 37 എത്രയാണ്? 41 ആണ്. 43ലേക്ക് എത്താൻ ഒരു 2 കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. ടോട്ടൽ 43 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 43 ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 29 + 7 36 ആണ്. 36 നിന്ന് 43ലേക്ക് എത്താൻ 7 ആണ്. നെക്സ്റ്റ് 10 + 21 31 ആണ്. ഒരു 12 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ 26 ആണ്. 13 + 13 അതിലേക്ക് എത്ര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം? ഒരു 17 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എത്ര വരും? ഇവിടെ ഫുൾ 43 ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഓരോ സൊല്യൂഷൻ. എക്സ് 4 ആണ്, വൈ 37 ആണെങ്കിൽ ഇസെഡ് 2 ആയിരിക്കും. അങ്ങനെ ഓരോ കേസസും 5 കേസസ് ആണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്.
അവിടെ ഒരു യുണീക്ക് കേസസിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നില്ല. അപ്പോൾ ഈ 5 കേസസും അവിടെ എന്താണ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 40% ഓഫ് ദി നമ്പർ എക്സീഡ്സ് ദ 25% ഓഫ് ദി നമ്പർ ബൈ 54, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ 40% ഓഫ് ദി നമ്പർ എക്സീഡ്സ് എന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് 40% മൈനസ് 25% ഈസ് ഈക്വൽ ടു 54. ഓക്കെ, 40% മൈനസ് 25% നമുക്ക് 15% ആണ്. 15% ഓഫ് ദി നമ്പർ 54 ആണ്. അങ്ങനെയാണെങ്കിൽ 5% എത്രയായിരിക്കും? 5% ഈസ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 18 ആയിരിക്കും അല്ലേ? 15 ഡിവൈഡ് ബൈ 3 ആണ് 5, 54 ഡിവൈഡ് ബൈ 3 18 വന്നു. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ദി നമ്പർ. അപ്പോൾ നമ്പർ കാണാൻ വേണ്ടി എന്താണ് 100% ആണ് ഉദ്ദേശിക്കുന്നത്. 5% 18 ആണെങ്കിൽ 5 ഇൻറ്റു 20 ആണ് 100 ആണെങ്കിൽ 18 ഇൻറ്റു 20 ഈക്വൽ ടു 360 ആയിരിക്കും നമുക്കവിടെ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ ആ ഒരു നമ്പർ 360 ആയിരിക്കും വരുന്നുണ്ടാവുക. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻക്രീസസ് ബൈ p%. ദെൻ ഫൈൻഡ് ബൈ വാട്ട് പെർസെൻറ്റേജ് ഡസ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസ്. അപ്പോൾ ഒരു സ്ക്വയറിന്റെ സൈഡ് p% ഇൻക്രീസ് ചെയ്യാണ്, അതിന്റെ ഏരിയ എത്ര % ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ? സൈഡ് ഇപ്പോൾ എ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് a സ്ക്വയർ ആയിരിക്കും. a ഇൻറ്റു a സ്ക്വയർ ആയിരിക്കും. ഞാൻ ഇനീഷ്യൽ കേസിൽ അതിന്റെ സൈഡ് 100 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സൈഡ് ഏരിയ എത്രയായിരിക്കും? 100ന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ കേസിൽ ന്യൂ കേസിൽ ഇപ്പോൾ ചേഞ്ച് വരുത്തി 100, അവിടെ p% ഇൻക്രീസ് വരുത്തി. ദാറ്റ് മീൻസ് സൈഡ് 100 പ്ലസ് p ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതായത് നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക 100ലാണ്. അതുകൊണ്ടാണ് ഞാൻ 100 എടുത്തത്. ആ ഒരു ഈസി ഓഫ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, ഈസിനെസ് ഓഫ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത് 100 എടുത്തത്. ഏത് ഇനീഷ്യൽ സൈഡായിട്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? 100 പ്ലസ് p ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രത്തോളം ഉണ്ട് നോക്കാം. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെ കാണാം? ആദ്യം നമുക്ക് കറന്റ് ഉള്ള പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഉള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. 100 പ്ലസ് p² ആണ് ഇപ്പോഴത്തെ പുതിയ ഏരിയ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഴയ ഏരിയ എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. എത്രയാണ്? 100² ആണ് ഡിവൈഡഡ് ബൈ പഴയ ഏരിയ. കാരണം എന്താ വെച്ചാൽ ഓൾഡർ ഏരിയയിൽ നിന്നാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ ബേസ് വാല്യൂ എപ്പോഴും എന്താ എടുക്കുക? ഏതിൽ നിന്നാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ 100² ഉണ്ടായിരുന്ന ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഏരിയയിലോട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇൻറ്റു 100ലേക്ക് മൾട്ടിപ്ലൈ ആണ് എന്താണ്? പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് 100 പ്ലസ് p ഹോൾ സ്ക്വയറിനെ ജസ്റ്റ് നമ്മളൊന്ന് ചെയ്യണം. അതിൻ്റെ മുമ്പേ നമുക്കിവിടെ താഴെ 100² അല്ലേ? എന്താ ഈ 100² എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100 അല്ലേ? ഓക്കെ, ഒരു 100നെയും ഈ 100നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? ഓക്കെ, ഇനി 100 പ്ലസ് p ഹോൾ സ്ക്വയർ ആണ്. അതായത് a പ്ലസ് b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ a² ദാറ്റ് മീൻസ് 100² പ്ലസ് 2ab 2 ഇൻറ്റു 100 ഇൻറ്റു p ദാറ്റ് മീൻസ് 200p പ്ലസ് b² ആണ്. ഓക്കെ, മൈനസ് അവിടെ ഓൾറെഡി ഒരു 100² ഉണ്ട്. 100² അങ്ങനെ തന്നെ കൊടുക്കുക ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 100² മൈനസ് 100² രണ്ടും എന്താവും? കട്ടായിട്ട് പോകും. ഓക്കെ, 200p പ്ലസ് p² ഡിവൈഡ് ബൈ 100 അതാണ് നമുക്ക് ആൻസർ വരിക. 200p പ്ലസ് p² ഡിവൈഡഡ് ബൈ 100. ഒന്നും കൂടി വൃത്തിയാക്കി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ p² ഡിവൈഡഡ് ബൈ 100 പ്ലസ് 200 ഡിവൈഡ് ബൈ 100 എന്ന് വരും. 200p ഡിവൈഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ ഈ 2 സീറോസും കട്ട് ചെയ്തു, ഈ 2 സീറോസും കട്ട് ചെയ്തു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആൻസർ എങ്ങനെ വരും? സിംപ്ലിഫൈഡ് ഫോമിൽ p² ഡിവൈഡഡ് ബൈ 100 പ്ലസ് 2p. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നുണ്ടാവുക. p² ഡിവൈഡ് ബൈ 100 പ്ലസ് 2p. അപ്പോൾ അത്രയും പെർസെന്റ് ആണ് ഏരിയയിൽ അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ ആൻ ഈക്വൽ നമ്പർ ഓഫ് 1 rupee, 50 പൈസ ആൻഡ് 25 പൈസ കോയിൻസ്. അപ്പോൾ എക്സ് എണ്ണം 1 rupee കോയിൻസ് ഉണ്ട്, എക്സ് എണ്ണം 50 പൈസ കോയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ് എണ്ണം 25 പൈസ കോയിൻസും ഉണ്ട്. ഓക്കെ,
സോ ഇഫ് ദ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ ഈസ് 35, ടോട്ടൽ വാല്യൂ അതായത് പൈസ എത്ര ഉണ്ട് നോക്കുന്ന സമയത്ത് 35 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കോയിൻസ് ഓഫ് ഈച്ച് ടൈപ്പ് ആർ ദർ, അതായത് എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് അൾട്ടിമേറ്റ്ലി ചോദിക്കുന്നത്. ഓക്കെ, സെയിം ആണ്, അല്ലെങ്കിൽ കോയിൻസിന്റെ എണ്ണം സെയിം ആണ്, അവിടെ വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ നമുക്കറിയാം 1 രൂപ നമുക്ക് എക്സ് ടൈം ഉണ്ടെങ്കിൽ അവിടെ വാല്യൂ എത്ര? 1 രൂപ ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് എക്സ് റുപ്പീസ് ഉണ്ടാവും. ഓക്കെ, 50 പൈസ എക്സ് ടൈംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 250 പൈസ കൂടുതലാണ് 1 റുപ്പീസ് ആവുക. ദാറ്റ് മീൻസ് അവിടെ x/2 റുപ്പീസ് ഉണ്ടാവും. അതുപോലെ തന്നെ 25 പൈസ 4 കൂടിയാലാണ് 1 റുപ്പി ആവുക. ദാറ്റ് മീൻസ് x/4 റുപ്പീസ് ഉണ്ടാവും. ഈസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ 35 ആണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2ഉം 4ഉം ആണ് ഡിനോമിനേറ്ററിലുള്ളത്. LCM 4 ആണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വോൾ ഇക്വേഷൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × x 4x. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 4ഉം ഈ 2ഉം കട്ടാവും, ഇവിടെ 2 ആയിട്ട് വരും. ഈ 4ഉം ഈ 4ഉം ഡയറക്ട്ലി കട്ടാവും. ഓക്കെ, പ്ലസ് 2 × x 2x ആണ്, പ്ലസ് ഇവിടെ x മാത്രമേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു 35 × 4. 35 × 4 ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. 4 + 2 6 ആണ്, 6 + 1 7 ആണ്. 7x ഈസ് ഈക്വൽ ടു 35 × 4. x ഈസ് ഈക്വൽ ടു 35 × 4 ഡിവൈഡഡ് ബൈ 7. 35 ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 5 × 4. 20 കോയിൻസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അപ്പോൾ 20 1 റുപ്പി കോയിൻസ് ഉണ്ട്, 20 50 പൈസ കോയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ 20 25 പൈസ കോയിൻസും അവിടെ ഉണ്ട്. ഓക്കെ, അൾട്ടിമേറ്റ്ലി 20 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഫോർട്ട് ദർ വർ സഫിഷ്യന്റ് ഫുഡ് ഫോർ 200 സോൾജിയേഴ്സ് ഫോർ 31 ഡേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഓരോരോ ബോക്സ് ആക്കിയിട്ടാണ് ഫുഡ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെ 200 സോൾജിയേഴ്സിന് 31 ഡേയ്സിന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. അപ്പോൾ ഒരു സോൾജർ ഒരു ബോക്സ് ആണ് ഒരു സമയം കഴിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 200 × 31 ദാറ്റ് മീൻസ് 6200. ഇത്രയും ഫുഡ് ബോക്സസ് അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റ് ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട്, ടോട്ടൽ ഉണ്ട്. ഓക്കെ, ആഫ്റ്റർ 27 ഡേയ്സ് 120 സോൾജിയേഴ്സ് ലെഫ്റ്റ്. 27 ഡേയ്സ് കഴിഞ്ഞിട്ട് 120 സോൾജിയേഴ്സ് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി അവർ കഴിച്ച ഫുഡ് എത്രയാണെന്ന് നോക്കാം. 200 × 27 ദാറ്റ് മീൻസ് 5400. ഇത്രയും ഫുഡ് അവർ കഴിച്ചു. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ഇവിടെ 800 ആണ് ബാക്കിയുള്ളത്. അതായത് 800 യൂണിറ്റ് ഓഫ് ഫുഡ്. ഈ ബോക്സസ് എന്ന് പറയുകയാണെങ്കിൽ 800 ബോക്സസ് ഫുഡാണ് അവിടെ ബാക്കിയുള്ളത്. ഓക്കെ, ഫോർ ഹൗ മെനി എക്സ്ട്രാ ഡേയ്സ് വിൽ ദ റെസ്റ്റ് ഓഫ് ദ ഫുഡ് ലാസ്റ്റ് ഫോർ ദ റിമൈനിങ് സോൾജിയേഴ്സ്. അപ്പോൾ റിമൈനിങ് ഫുഡ് 800 യൂണിറ്റ് ആണ്, അത് ബാക്കിയുള്ള സോൾജിയേഴ്സിന് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? അപ്പോൾ 200 സോൾജിയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, അതിൽ 120 ആളുകൾ പോയി, ഇനി അവിടെ 80 ആളുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ 800 ഡിവൈഡ് ബൈ 80 ഈക്വൽ ടു 10 ഡേയ്സ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എ 4 ഡിജിറ്റ് ഇൻഡിജർ. എ എന്ന് പറയുന്നത് ഒരു 4 ഡിജിറ്റ് ഇൻഡിജർ ആണ്. വെൻ ബോത്ത് ദ ഫസ്റ്റ് ഡിജിറ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ് പറയുന്നത്, ആൻഡ് ദ തേർഡ് ഡിജിറ്റ് ആർ ഇൻക്രീസ്ഡ് ബൈ n. അപ്പോൾ ജസ്റ്റ് നോക്കുക, 4 നമ്പർ, ഈ ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റും അതുപോലെ തന്നെ തേർഡ് ഡിജിറ്റും n വെച്ച് ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഈ നമ്പർ ഫസ്റ്റത്തെ നമ്പർ 1 ആണെന്ന് വിചാരിച്ചു, എന്നിന്റെ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചോ, എന്തായിട്ട് മാറും? 1 + 2 3 ആയിട്ട് മാറും. അതുപോലെ തന്നെ തേർഡ് ഡിജിറ്റ് ഒരു 3 ആണെങ്കിൽ അതിലേക്കും n വെച്ച് കൂട്ടുകയാണെങ്കിൽ 3 + 2 5 ആയിട്ട് മാറും. അങ്ങനെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റും 3 ഡിജിറ്റും എന്താണ്? n ഇൻക്രീസ് ആവുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഡിജിറ്റ് ആൻഡ് ഫോർത്ത് ഡിജിറ്റ് ആർ ഡിക്രീസ്ഡ് ബൈ n. സെക്കൻഡ് ഡിജിറ്റ് -n, ഇവിടെയും -n. ഓക്കെ, ദ ന്യൂ നമ്പർ ഈസ് n ടൈംസ് a. ഇപ്പം നമുക്കൊരു പുതിയ നമ്പർ കിട്ടുമല്ലോ, ഇപ്പം പുതിയ നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് n ടൈംസ് a ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് a. ഈ a എന്ന് പറയുന്ന ഈ ഫസ്റ്റത്തെ ആ ഒരു a എന്ന് പറയുന്ന ആ 4 ഡിജിറ്റ് നമ്പർ ഇല്ലേ, അതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1000 ഇൻറ്റു ഇവിടെ a ആണ്, ഇത് b ആണ്, ഇത് c ആണ്, ഇത് d ആണെന്ന് വിചാരിച്ചോ. ആദ്യം ഉണ്ടായിരുന്നത്, എന്നിട്ടാണ് പിന്നെ n കൂട്ടലും n കുറക്കലൊക്കെ വരുന്നത്. അപ്പോൾ ഈ നമ്പറിൽ പിന്നെ എന്ത് ചേഞ്ചാ വരുന്നത്? 1000 ഇൻറ്റു a + n അല്ലേ. ആദ്യം ഇപ്പോൾ 2000 ആണ്, അപ്പോൾ n കൂടി കൂട്ടി, n ഒരു 2 ആണെന്ന് വിചാരിക്കാം, അപ്പോൾ 2 + 2 ഇപ്പോൾ 4000 ആയി. അപ്പോൾ അത്രയും എന്ത് ചെയ്യും? ജസ്റ്റ് 4 ഡിജിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 1000 എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1000 ഇൻറ്റു a + n പ്ലസ് 100 ഇൻറ്റു b - n പ്ലസ് 10 ഇൻറ്റു c + n പ്ലസ്
ഡി മൈനസ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എ. ഈ എ എന്ന് പറയുന്നത് ഈ വലിയ നമ്പറാണ്, ഈ 4 ഡിജിറ്റ് നമ്പറിനാണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 1000A പ്ലസ് 100B പ്ലസ് 10C പ്ലസ് D പ്ലസ് 1000 ഇൻറ്റു എൻ, 1000 എൻ ആണ്, മൈനസ് 100 ഇൻറ്റു എൻ, 100 എൻ ആണ്, പ്ലസ് 10 ഇൻറ്റു എൻ, 10 എൻ ആണ്, മൈനസ് എൻ ഈസ് ഈക്വൽ ടു എൻ. ഓക്കെ ആണല്ലോ. ഇനി ജസ്റ്റ് നോക്കുക, 1000A 100B 10C പ്ലസ് D, ഇത് തന്നെയല്ലേ എ എന്ന് പറയുന്നത്. അത് എ എന്ന് പറയുന്ന നമ്പർ എന്താ, ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്താണ്, 1000A പ്ലസ് 100B പ്ലസ് 10C പ്ലസ് D. എന്തിനാണ് നമ്മൾ ഈ 1000 കൊണ്ട് ഇതുകൊണ്ടൊക്കെ ഈ എനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എടാ, ഇപ്പോൾ 4000 സംതിങ് നമ്പർ ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യുക, 4 ഇൻറ്റു 1000 പ്ലസ് ഇത്ര ഇൻറ്റു 100 പ്ലസ് ഇത്ര ഇൻറ്റു 10s പ്ലസ് 1s ഡിജിറ്റ്, അതല്ലേ? അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ പ്ലസ്, ഇവിടെ നോക്കുക, 1000Nലേക്ക് നമ്മൾ ആദ്യം 10N കൂട്ടുക, ദാറ്റ് മീൻസ് 1010 ആയി, അതിൽ നിന്ന് 100 കുറക്കുക, ദാറ്റ് മീൻസ് 910 ആയി, വീണ്ടും ഒരു N സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് മീൻസ് 909N ആണ്, ഈസ് ഈക്വൽ ടു N ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എ പ്ലസ് 909N ഈസ് ഈക്വൽ ടു NA എന്ന് പറയുന്ന ഇക്വേഷനിലാണ്. ഓക്കെ, എൻ്റെ ടേംസ് ഒക്കെ ഒരു ഭാഗത്തോട് കൊണ്ടുവരിക. 909N ഈസ് ഈക്വൽ ടു NA മൈനസ് എ. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ, 909N ഈസ് ഈക്വൽ ടു എ ഇൻറ്റു N മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 909N ഡിവൈഡഡ് ബൈ N മൈനസ് 1. ക്ലിയർ ആണല്ലോ. ഇനി മനസ്സിലാക്കാം 909. അപ്പൊ 909 1ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അതുപോലെ തന്നെ 9ന്റെ മൾട്ടിപ്പിളും ആണ്. അപ്പോ നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പർ, അതായത് N മൈനസ് 1 ഒന്നിക്കെ 1 ആവണം, അല്ലെങ്കിൽ 3 ആവണം, അല്ലെങ്കിൽ 9 ആവണം. ഇതല്ലാത്ത വേറെ നമ്പേഴ്സ് വരുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് അവിടെ ഡിവിസിബിൾ ആയിട്ട് പോവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ N-1ന്റെ വാല്യൂ 1ഉം 3ഉം 9ഉം മാത്രമേ എടുത്ത്, വേറെയും ഫാക്ടേഴ്സ് ഇല്ലേ? സിംഗിൾ ഡിജിറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം 9ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. കാരണം അവിടെ നമ്മൾ N എന്ന് പറയുന്ന ആ ഒരു ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ N-1 എന്താണെന്ന് പറയാണ്, 1 ആണെന്ന് പറയാണ്. ഓക്കെ, ഫസ്റ്റത്തെ കേസിൽ ജസ്റ്റ് നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു 909 ഇൻറ്റു N-1 1 ആണെങ്കിൽ N എത്രയായിരിക്കും, 2 ആയിരിക്കും, ഡിവൈഡഡ് ബൈ N-1 എത്രയാണ്, N-1 1 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് 18 ആണ് അവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതൊരു പോസിബിലിറ്റി ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആൻസർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഓപ്ഷനും കൂടി, കാരണം നമുക്ക് വെറുതെ അതാണ് ആൻസർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ളത് അത് ആൻസർ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം, N-1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എന്താണ് അവിടെ ഇഷ്യൂ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. N-1 ഈസ് ഈക്വൽ ടു 3. N-1 3 ആവുന്ന സമയത്ത് എ ഈസ് ഈക്വൽ ടു 909 ഇൻറ്റു N-1 നമുക്ക് 3 ആണ്, അങ്ങനെയാണെങ്കിൽ N 4 ആയിരിക്കും, ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ടും കട്ട് ചെയ്തു, 303 ഇൻറ്റു 4 വന്നു, ദാറ്റ് മീൻസ് 300 ഇൻറ്റു 4 1200 ആണ്. അപ്പോൾ 1212 എന്ന് പറയുന്ന നമ്പർ വന്നു. അപ്പോൾ 1212 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ Nന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ നമുക്ക് എത്ര എടുത്തത്, N ഈസ് ഈക്വൽ ടു 4 ആണ്. നമുക്ക് ഇവിടെ 2ൽ നിന്ന് 4 ഡിഗ്രീസ് ചെയ്യാൻ പറ്റുമോ, ദാറ്റ് മീൻസ് നെഗറ്റീവ് അല്ലേ വരിക. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് നമ്മൾ N ഡിഗ്രീസ് ചെയ്യണം, 2ൽ നിന്ന് N ഡിഗ്രീസ് ചെയ്യുന്ന സമയത്ത് പോവാ, നെഗറ്റീവിലോട്ടാണ് പോവുക. ആ ഒരു വാല്യൂ എന്തല്ല അവിടെ പോസിബിൾ അല്ല. അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
n is equal to അല്ലെങ്കിൽ n-1 is equal to 9 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -1 is equal to ആണെങ്കിൽ n is equal to 10. n-1 is equal to 9 ആവുമ്പോൾ n is equal to 10. അപ്പോൾ a is equal to 909 divided by n-1 9 ആണ് into 10. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് 101 വരും. അപ്പോൾ 1010. ഓക്കെ, ഇവിടെ ഒരു ഡിജിറ്റ് തന്നെ നമ്മൾ n ഡിഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 0 - 10 വരും. ഓക്കെ, അത് പോസിബിൾ ആണോ? ഇതും പോസിബിൾ അല്ല. നമുക്ക് ഇവിടെ 1818 എന്നുള്ളൊരു ആൻസർ ആണ് വരിക. അതിൻ്റെ ഡിജിറ്റ്സിന് സംബന്ധം പറയുന്നത് 1 + 8 + 1 + 8, അതായത് 9 + 9 18 ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. 18 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺട്രാക്ടർ ഹാസ് 2 ടീം ഓഫ് വർക്കർ. ഒരു കോൺട്രാക്ടറിന് 2 വർക്കിംഗ് ടീം ഉണ്ട്. ഫസ്റ്റത്തെ ടീം എ ആണ്, രണ്ടാമത്തത് ടീം ബി ആണ്. ഓക്കെ, ടീം എ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 12 days. ടീം എക്ക് ഒരു വർക്ക് 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ടീം ബി ക്യാൻ ഡു ദ സെയിം ജോബ് ഇൻ 36 days. ടീം ബിക്ക് ആ ഒരു വർക്ക് 36 days കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ടീം എ സ്റ്റാർട്ട്സ് വർക്കിംഗ് ഓൺ ദ ജോബ് ആൻഡ് ടീം ബി ജോയിൻസ് ആഫ്റ്റർ 4 days. ദ ടീം എ വിത്ഡ്രോസ് ആഫ്റ്റർ 2 more days. ഫോർ ഹൗ മെനി മോർ ഡേയ്സ് ഷുഡ് ടീം ബി വർക്ക് ടു കംപ്ലീറ്റ് ദി ജോബ്? അപ്പോൾ ഞാൻ ആ LCM മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. LCM മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇവിടെ 12 days 36 days ആണല്ലോ പറഞ്ഞത്. ആ 12ന്റെയും 36ന്റെയും LCM എടുക്കാം. 36 തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, 36 ആണ് ടോട്ടൽ വർക്ക്. നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36 ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് 36 യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ചെയ്ത് തീർക്കാനുള്ള വർക്ക്. ഓക്കെ, ഇവര് ടീം എ 12 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. ദാറ്റ് മീൻസ് ഇൻ 1 day, 1 ഡേയിൽ അവർ എത്ര വർക്ക് തീർക്കും? 36 divided by 12. ദാറ്റ് മീൻസ് 3 യൂണിറ്റ് വർക്ക് തീർക്കും. ഇവിടെ 36 യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ടീം ബി 1 ഡേയിൽ എത്ര വർക്ക് തീർക്കും? 36 divided by 36. ദാറ്റ് മീൻസ് 1 യൂണിറ്റ്. അതായത് അവർ ഓരോ ദിവസവും ഓരോ യൂണിറ്റ് ചെയ്ത് അങ്ങനെ 36 ആവുന്ന സമയത്ത് 36th ഡേ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് വർക്ക് തീർക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ പറയുന്നത് എന്താ? ടീം എ സ്റ്റാർട്ട്സ് വർക്കിംഗ് ഓൺ ദി ജോബ്. ഓക്കെ, ആൻഡ് ടീം ബി ജോയിൻസ് ആഫ്റ്റർ 4 days. അപ്പോൾ ആദ്യത്തെ 4 ദിവസം ടീം എ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 4 days ടീം എ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 4 into ഓരോ ദിവസം അവർ 3 യൂണിറ്റ് വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് 4 into 3 12 യൂണിറ്റ് വർക്ക് അവർ ഓൾറെഡി ചെയ്ത് തീർത്തു. 12 യൂണിറ്റ് വർക്ക് അവർ ഓൾറെഡി ചെയ്ത് തീർത്തു. ഇനി എന്താ പറയുന്നത്? 4 daysന് ശേഷം എന്ത് ചെയ്യാണ്? ടീം ബി ജോയിൻ ചെയ്യാണ്. ഓക്കെ, ദ ടീം എ വിഡ്രോസ് ആഫ്റ്റർ 2 more days. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ടീം എ വിഡ്രോ ചെയ്യാണ്. അപ്പൊ ആ 2 ദിവസം 2 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എയും വർക്ക് ചെയ്യുന്നുണ്ട്, ബിയും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? അവർ 2 പേരും ഒരുമിച്ച്. ആദ്യത്തെ 4 ദിവസം എ മാത്രം, പിന്നത്തെ 2 ദിവസം എയും ബിയും. ആ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എ പോകുന്നത്. അപ്പൊ ആ 2 ദിവസം നോക്കുക, 2 into എ ഒരു ദിവസം 3 യൂണിറ്റ് ആണ്, ബി ഒരു ദിവസം 1 യൂണിറ്റ് ആണ്. 2 പേരും കൂടി 4 യൂണിറ്റ്. അപ്പൊ 2 into 4 8 യൂണിറ്റ് വർക്ക് അവർ 2 പേരും കൂടി ആ ദിവസങ്ങളിൽ തീർക്കും. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി നോക്കുക? 12 + 8 20 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ടോട്ടൽ 36 ആണ്, അതിൽ 20 യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ബാക്കി 16 യൂണിറ്റ് ഉണ്ടാവും. ഈ 16 യൂണിറ്റ് ആരാ ചെയ്യേണ്ടത്? ബി മാത്രം. കാരണം എ പോയി. ഇവിടെ ഓൾറെഡി പറഞ്ഞു ടീം എ വിഡ്രോസ് ആഫ്റ്റർ 2 more days. എ പോയി. അപ്പോൾ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 1 യൂണിറ്റ് ആണ്. 16 divided by 1. ദാറ്റ് മീൻസ് 16 ഡേയ്സും കൂടി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനിയും എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 16 days ഇനിയും എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മൾ ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞു, DF&N ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞു, പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെറിയൊരു കൺസെപ്റ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് കൺസെപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.